Hi dears, welcome to EduS B.Ed classes. ഇന്ന് നമ്മൾ പഠിക്കാൻ പോണത് നോളജ് ആൻഡ് നോവിങ് എന്ന ചാപ്റ്ററിലെ നോളജ് ആൻഡ് കരിക്കുലം എന്ന പേപ്പറിലുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോളജ് ആൻഡ് നോവിങ്. അതിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് നോളജ് ഒക്കെ പറഞ്ഞിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫോംസ് ഓഫ് നോളജ്. സോ ലെറ്റ്സ് സീ വിച്ച് ആർ ദ ഫോംസ് ഓഫ് നോളജ്. Forms of knowledge. Knowledge can be classified in various ways based on how it is acquired or perceived. Each form has its own characteristics and sources. ഇപ്പൊ നമുക്കറിയാം നോളജിനെ പല രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും, തരംതിരിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണ് അത് നമുക്ക് കിട്ടുന്നത്, എങ്ങനെയാണ് നമ്മൾ നോളജ് മനസ്സിലാക്കുന്നത് എന്നനുസരിച്ചിട്ടാണ് നോളജിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. Each form has its own characteristics and sources. നമുക്കറിയാം ഓരോ നോളജും, അല്ലെ, നമ്മൾ പറയല്ലോ ഒരു അറിവും ചെറുതല്ല എന്ന് പറഞ്ഞ പോലെ ഓരോ നോളജിനും അതിൻ്റെതായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ സോഴ്സസ്, അതിനൊരു പ്രത്യേക സോഴ്സുകളുണ്ട്. സോഴ്സ് പറഞ്ഞ ഉറവിടങ്ങളുണ്ട്. പല രീതിയിലായിരിക്കാം നമുക്ക്, പല ഉറവിടങ്ങളിൽ നിന്നായിരിക്കാം നമുക്ക് നോളജ് കിട്ടുന്നത്. Understanding these forms help us recognize how we learn and comprehend the world. ഓക്കെ, അതായത് നോളജ്, ഒരുപാട് നോളജ് ഉള്ള ആളുകൾ ലോകം നോക്കി കാണുന്ന വേറെ രീതിയിലായിരിക്കും, അല്ലെ. അതുപോലെ തന്നെ ഈ നോളജ് ഒക്കെ എന്തിനാണ്, എങ്ങനെയാണ് നമുക്ക് വേൾഡിനെ മനസ്സിലാക്കുന്നത്. ഓക്കെ, വേൾഡിനെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും കൂടുതൽ നോളജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ദിസ് പ്രസന്റേഷൻ കവേഴ്സ് 7 key forms of knowledge. നമ്മളിവിടെ 7 നോളജ് ഫോമിനെ പറ്റിയിട്ടാണ് പറയാൻ പോണത് കേട്ടോ. സോ ദ ഫസ്റ്റ് വൺ ഈസ് സെൻസറി നോളജ്. സെൻസ് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം 5 senses ആർ ദെയർ ഫോർ ഹ്യൂമൻ ബീയിങ്സ്, അല്ലെ. അപ്പോ അതായത് നോസ്, ഐസ്, അതുപോലെ തന്നെ സ്കിൻ, ടങ്, സ്മെൽ. ഓക്കെ, അപ്പോ 5 senses ആർ ദെയർ. ഓക്കെ, ദെൻ സൈറ്റ്, സൗണ്ട്, ടച്ച്, ടേസ്റ്റ് ആൻഡ് സ്മെൽ. അപ്പൊ അങ്ങനത്തെ 5 senses ആർ ദെയർ. ഇതിലൂടെയൊക്കെ, ഈ സെൻസുകളിലൂടെ, സെൻസ് ഓർഗൻസിലൂടെ കിട്ടുന്ന നോളജ് ആണ് സെൻസറി നോളജ് എന്ന് പറഞ്ഞത്. കണ്ടിട്ട്, അല്ലെ, നമുക്ക് കുറെ അറിവുകൾ കാഴ്ചയിലൂടെ കിട്ടും, കുറെ അറിവുകൾ സ്മെല്ലിലൂടെ കിട്ടും, കുറെ ടച്ചിലൂടെ, ടേസ്റ്റിലൂടെ. സോ ദിസ് ഇസ് സെൻസറി നോളജ്. ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ആൻഡ് ഓഫൻ ദ ഫസ്റ്റ് ഫോം ഓഫ് നോളജ് വി ഗെയിൻ. അതായത് ഇതാണ് ഫസ്റ്റ് ഫോം, അല്ലെ. നമ്മൾ കാണുന്നതല്ല കാഴ്ചകൾ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കാണുന്നത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്ത് കാര്യവും കാണുക എന്നുള്ളത് കണ്ണിന് ഭയങ്കര പവറാണ്, അല്ലെ. ഇപ്പൊ കണ്ണിലൂടെ കിട്ടുന്ന നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളാണെങ്കിലും, ഇപ്പൊ ഒരു റോസ് ഫ്ലവർ നമ്മൾ എത്ര ഡിസ്ക്രൈബ് ചെയ്തിട്ടും കാര്യമില്ല. അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചാൽ അത് കാണുമ്പോ, അതിന്റെ സ്മെല്ല് കേൾക്കുമ്പോ, അതൊന്ന് ടച്ച് ചെയ്യുമ്പോ, അല്ലെ, അപ്പോഴൊക്കെയാണ് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ നോളജ് കിട്ടുന്നത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് സെൻസറി നോളജ് ക്യാൻ ബി സബ്ജക്റ്റീവ് ഡ്യൂ ടു പേഴ്സണൽ പെർസെപ്ഷൻ. ഇനി ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. ഇപ്പോൾ നമ്മൾ ഷേക്സ്പിയർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, ബ്യൂട്ടി ലൈസ് ഇൻ ദി ഐസ് ഓഫ് ദ ബിഹോൾഡർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് തോന്നും, പക്ഷെ മറ്റേ ആൾക്കാർ പക്ഷെ അത് തോന്നിക്കൊള്ളണം എന്നില്ല, അല്ലെ. അത് അങ്ങനത്തെ ഓരോ നോളജും അങ്ങനെ തന്നെ. നമുക്കത് കാണുമ്പോൾ ചില ആളുകൾക്ക് അത് നല്ലതാന്ന് തോന്നും, ചില ആളുകൾക്ക് അത് നല്ലതല്ലാന്ന് തോന്നും. ദാറ്റ് ഇസ് പെർസെപ്ഷൻ. ഇറ്റ്സ് സബ്ജക്റ്റീവ് ടു പേഴ്സണൽ പെർസെപ്ഷൻ. റെക്കഗ്നൈസിങ് എ കളർ ഓർ എ സൗണ്ട്. ചില ആളുകൾക്ക് ഇപ്പൊ പാട്ടുകൾ കേൾക്കുമ്പോൾ, ചില ആളുകൾക്ക് നല്ല ഇഷ്ടമുള്ള പാട്ടുകൾ മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ ഇറിറ്റേറ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. സോ ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു വൺസ് പെർസെപ്ഷൻ. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ഫോം ഓഫ് നോളജ്. Then next is experiential knowledge. It is gained through personal experience and practice. അതായത് നമ്മൾ എക്സ്പീരിയൻസിലൂടെയും പ്രാക്ടീസ്, കുറെ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസിലൂടെയും. അതിന് എക്സാമ്പിൾ നമ്മൾ പറയുന്നത് ബൈസിക്കിൾ. ഓക്കെ, റൈഡിങ് എ ബൈസിക്കിൾ. ഇതൊക്കെ മുമ്പ് വരുന്നതാണ്. ടൈപ്സ് ഓഫ് നോളജും അതുപോലെ തന്നെ ഫോംസ് ഓഫ് നോളജും ഒക്കെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുന്നതായിട്ട് തോന്നും, പക്ഷെ ഈസിയാണ് പഠിക്കാൻ. അതുകൊണ്ട് തന്നെ ഇതിലും ആ കാറ്റഗറീസ് ഉണ്ട്. സോ ഇറ്റ് വിൽ ബി ഈസിയർ ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. ഇറ്റ് ഓഫൻ ഇൻവോൾവ്സ് ട്രയൽ ആൻഡ് എറർ ഓർ ലേണിംഗ് ബൈ ഡൂയിങ്. ഈ എക്സ്പീരിയൻസിലൂടെയുള്ള നോളജിന് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്താലേ പഠിയൂ. ട്രയൽസ്, എറേഴ്സിലൂടെ, അല്ലെ.
സൈക്കിളുമെന്ന് ഒരു പ്രാവശ്യമെങ്കിലും വീഴാതെ സൈക്കിൾ ചവിട്ടാൻ ആരും പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അതാണ് ത്രൂ എറേഴ്സ് വി ആർ ലേണിംഗ്, ത്രൂ എക്സ്പീരിയൻസ് വി ആർ ലേണിംഗ് ഇറ്റ്, ഓർ വി ആർ ഏർണിംഗ് ദിസ് കൈൻഡ് ഓഫ് നോളജ്. ഡീപ്പൻസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഈസ് ഓഫൻ ലോങ് ലാസ്റ്റിംഗ്. അപ്പൊ അതുപോലെ തന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് കാലം. ഇപ്പൊ സ്കില്ലാണത്. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു എന്ന് വെച്ചിട്ട് പിന്നെ അത് കുറെ കാലം ഓടിക്കാതിരുന്ന ഒരു ടച്ചൊക്കെ ചിലപ്പോൾ വിട്ടുപോകും. പക്ഷെ കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ തന്നെ അതിനെ മെരുക്കിയെടുക്കാൻ പറ്റും, നമുക്ക് ഓടിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ലോങ് ലാസ്റ്റിംഗ്. Then demonstrative knowledge. Next form of knowledge is demonstrative knowledge. Knowledge that can be shown or demonstrated to others. അതായത് മറ്റുള്ളവർക്ക് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കാൻ പറ്റുന്ന, കാണിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ. ദെൻ ഓഫൻ വിഷ്വൽ ഓർ പെർഫോമേറ്റീവ് ഇൻ നേച്ചർ. ഇപ്പൊ നമ്മുടെ ഡാൻസ് ഒക്കെ അങ്ങനെയാണ്, ഡെമോൺസ്ട്രേറ്റീവ് നോളേജ് ആണ്. നമുക്ക് മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കാം. എനിക്ക് കുറെ ഡാൻസ് അറിയാം, എനിക്ക് ഭരതനാട്യം അറിയാം, ആ വർണ്ണം അറിയാം, ഈ വർണ്ണം അറിയാം, നമ്മൾ പറയുന്നേക്കാൾ നല്ലത് വി കൻ ഡെമോൺസ്ട്രേറ്റ് ഇറ്റ്, അല്ലെ? യൂസ്ഡ് ഫ്രീക്വന്റ്ലി ഇൻ ടീച്ചിങ് ആൻഡ് പ്രസന്റേഷൻസ്. ഓക്കെ, ഞാൻ നല്ലൊരു ടീച്ചറാണെന്ന് ആളുകളോട് പറയുന്നതിന് പകരം നമുക്ക് കാണിച്ചു കൊടുക്കാം. ഡെമോൺസ്ട്രേറ്റീവ് ക്ലാസ്സസ് വിൽ ബി ദെയർ. നിങ്ങൾ BEdന് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ ഡെമോ ക്ലാസ്സസ്, എക്സ്പെർട്സ് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതാണ് ഡെമോൺസ്ട്രേറ്റീവ് നോളജ്. ഒരു എക്സാമ്പിൾ, ഡെമോൺസ്ട്രേറ്റീവ് സയൻസ് എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റ്സ് ഒക്കെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്തല്ലേ. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയാ, കെമിസ്ട്രിയിൽ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ഉണ്ട്. കുറെ എന്താ പറയാ, സോഡിയം അസറ്റേറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അമോണിയം അസറ്റേറ്റും സോഡിയം ക്ലോറൈഡും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്താ പറയാ അസറ്റേറ്റ്, അല്ലെ, വിനീഗർ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ടൈപ്പ് ഓഫ് നോളജ് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പെരിമെന്റ്സിലൂടെയൊക്കെ നമുക്ക് എന്താണ് കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും മറ്റുള്ളവർക്ക്. ഓക്കെ. അപ്പൊ ഇത് സയന്റിഫിക് എക്സ്പെരിമെന്റ്സ് അല്ലെങ്കിൽ എന്താണ്, ഇപ്പൊ ഡാൻസിന്റെ എക്സാമ്പിൾ. ഓക്കെ. പിന്നെ ഞാനൊരു വലിയ ആക്ടർ ആണെന്ന് പറയണേക്കാം, അത് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, ഐ ആം ആൻ ആക്ടർ എന്നൊക്കെ ഉള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ഡെമോൺസ്ട്രേറ്റീവ് നോളജ് ആണ്. നെക്സ്റ്റ് ഈസ് ലോജിക്കൽ നോളജ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസണിങ് ആൻഡ് റേഷണൽ തോട്ട്. അപ്പൊ റീസണിങ്ങും അതുപോലെ തന്നെ റേഷണൽ തോട്ട്, അതായത് ലോജിക് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നതാണ് ലോജിക്കൽ, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്ന തരത്തിലുള്ള നോളജ് ആണ് ലോജിക്കൽ നോളജ്. ഓക്കെ. ഓഫൻ ഇൻവോൾവ്സ് ഡിഡക്ഷൻ, ഇൻഡക്ഷൻ ആൻഡ് അനാലിസിസ്. ഈ ഡിഡക്ഷൻ ഇൻഡക്ഷൻ ഒന്നും കേട്ട് പേടിക്കേണ്ട. ഡിഡക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഡെഡ്യൂസിങ്. ഓക്കെ, ഒരു കാര്യം നമ്മൾ ഒരു ലാർജർ പെർസ്പെക്റ്റീവിൽ കേട്ടിട്ട് അതിനെ ഡെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് ഒരു സിംഗിൾ പോയിന്റ് ആക്കി മാറ്റാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മള് ന്യൂട്ടന്റെ സയൻസ് എന്നുള്ള എക്സാമ്പിൾ ആണെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നുള്ള തേർഡ് ലോ എടുക്കുക. അപ്പൊ ആ തേർഡ് ലോ പഠിപ്പിക്കാനായിട്ട് ഈ ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറെ എക്സാമ്പിൾസ് ആദ്യം പറയാം, അല്ലെ? നമ്മൾ നടന്നു പോകുന്നത്, അതുപോലെ തന്നെ അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുന്നത്. ഓക്കെ, ഇതെല്ലാം എന്താണ്, അവസാനം ഇതൊക്കെ പറഞ്ഞ് അവസാനം ഇറ്റ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറയുന്നതാണ് ഡിഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച്, അതായത് നമ്മൾ ആദ്യം തേർഡ് ലോ പഠിപ്പിക്കുക, പിന്നെ എക്സാമ്പിൾസ് പഠിപ്പിക്കുക. നമ്മൾ സാധാരണ ക്ലാസ് റൂമിൽ ഇൻഡക്റ്റീവ് മെത്തേഡാണ് കാണുന്നത്. അതുപോലെ ഒരു കാര്യം അനലൈസ് ചെയ്യുക, അല്ലെ? അനലൈസ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുക. അതിനെയൊക്കെ കിട്ടുന്ന തരത്തിലുള്ള നോളജ് ആണ് ലോജിക്കൽ നോളജ്. ഇറ്റ് ഷുഡ് ബി ലോജിക്കൽ ആൻഡ് റേഷണൽ ആൻഡ് അപ് ടു അവർ ബ്രെയിൻ ഓർ അക്കോർഡിംഗ് ടു അവർ റീസണിങ് സ്കിൽ. Then considered more objective and systematic. അത് ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് കൂടുതൽ കണിശമായിരിക്കും, പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. നോട്ട് സബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു വെച്ചാൽ വൺസ് പെർസെപ്ഷൻ, അല്ലെ? എന്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞിട്ട് പറയുന്നതിനെയാണ് നമ്മൾ സബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന് ആ ഒരു ഉത്തരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഞാൻ പറയുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും, വേറൊരാൾ പറയുമ്പോഴും അതിന്റെ ഉത്തരം അത് തന്നെ ആയിരിക്കും. പക്ഷെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ഓക്കെ. ദെൻ എക്സാമ്പിൾ, സോൾവിങ് എ മാത്സ് പ്രോബ്ലം യൂസിങ് ലോജിക്. അതാണ് ലോജിക്കൽ നോളജ്, ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്കിൽ. ദെൻ ഇൻറ്റ്യൂട്ടീവ് നോളജ്.
Knowledge that comes from an immediate understanding without reasoning. നമുക്ക് ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് ലോജിക് ഒന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നമുക്കൊരു തരത്തിലുള്ള ഒരു ഫീലിംഗ് വരും ഒരു കാര്യത്തിനോട്. അതിന് എക്സാമ്പിൾ നോക്കൂ, സെൻസിങ് ദാറ്റ് someone is upset without them saying anything. അതായത് ആരെങ്കിലും നമുക്ക് ചിലപ്പോൾ തോന്നും, നമ്മളെ വീട്ടിലൊക്കെ കയറി ചെന്നാൽ ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോ അവരെ പെട്ടെന്ന് അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നുമ്പോൾ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻറ്റ്യൂട്ടീവ് നോളജ്. അവരൊന്നും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല, ബട്ട് നമുക്ക് എന്താണ് പെട്ടെന്ന് ഒരു ലോജിക്കും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് അവരുടെ മുഖം കാണുമ്പോഴോ അല്ലെങ്കിൽ ഒക്കെ നമുക്ക് അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ വി വിൽ സെൻസ് സംതിങ് ഈസ് റോങ് വിത്ത് ദം. It is often called a gut feeling or instinct. അല്ലെ, നമുക്കൊരു ഇൻസ്റ്റിങ്ക്റ്റ് എന്നൊക്കെ അതിനെ പറയാൻ പറ്റും. Can be influenced by subconscious processing. മേ ബി അത് നമ്മുടെ സബ് കോൺഷ്യസ് ആയിരിക്കാം, കോൺഷ്യസ് ആവുമ്പോഴേ നമ്മുടെ ലോജിക് ഒക്കെ വരുന്നുള്ളൂ. ഇറ്റ് വിൽ ബി അക്കോർഡിംഗ് ടു അവർ സബ് കോൺഷ്യസ് മൈൻഡ്. ദെൻ റിവീൽഡ് നോളജ്. റിവീൽഡ് പേര് പോലെ തന്നെ, അതായത് ഓൾറെഡി നോൺ ആയിട്ടുള്ള കാര്യങ്ങൾ. Knowledge that is believed to come from divine or spiritual sources. അതായത് സ്പിരിച്വൽ സോഴ്സ് എന്നൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാവരും ഒക്കെ ഓരോ ബിലീഫ് ഉണ്ടായിരിക്കും. ആ റിലീജിയസ് ബുക്സിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന കുറെ നോളജ് ഉണ്ട്. ദാറ്റ് ഇസ് റിവീൽഡ് നോളജ്. കോമൺ ഇൻ റിലീജിയസ് ഓർ സ്പിരിച്വൽ ട്രഡീഷൻസ്, ഓഫൻ ഫൗണ്ട് ഇൻ സ്ക്രിപ്ചേഴ്സ് ഓർ സീക്രട്ട് ടെക്സ്റ്റ്. അല്ലെ, അതായത് ബൈബിളിലും ഖുറാനിലും ഗീതയിലൊക്കെ ഉള്ള കുറെ ടീച്ചിങ്സ് ഉണ്ടായിരിക്കും. അല്ലെ, അങ്ങനെ അതിനെ നമ്മളെ പറ്റിയൊരു ചിലപ്പോൾ ലോജിക്കൊന്നും ഉണ്ടാവില്ല, ബട്ട് വി വിൽ ബിലീവ് ഇറ്റ്. അപ്പൊ അതും നമ്മൾ അറിവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ദാറ്റ് കൈൻഡ് ഓഫ് നോളജ് ഈസ് നോൺ ആസ് റിവീൽഡ് നോളജ്. ദെൻ ഡിജിറ്റൽ നോളജ്. ഡിജിറ്റൽ നോളജ് നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. നോളജ് സ്റ്റോർഡ്, ആക്സസ്ഡ് ആൻഡ് ഷെയർഡ് ത്രൂ ഡിജിറ്റൽ മീൻസ്. ഇപ്പൊ നമ്മൾ ഈ ടൈപ്പ് ഓഫ് വീഡിയോ ക്ലാസ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഡിജിറ്റൽ നോളജ്. അല്ലെ, ഇത് നമ്മൾ വി ആർ ഷെയറിംഗ് ദിസ് കൈൻഡ് of knowledge or this class through a digital medium via Google Meet. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഗൂഗിൾ ചെയ്യുക, സെർച്ച് ചെയ്യുക, മെറ്റയുടെ അടുത്ത് ചോദിക്കുക അല്ലെങ്കിൽ ChatGPT അടുത്ത് ചോദിക്കുക, ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡിജിറ്റൽ നോളജ്. ഓക്കെ, യൂട്യൂബ് ക്ലാസ്സസ് കാണാം. ഓക്കെ, എവറിത്തിങ് ഈസ് known as digital knowledge. Includes data information on the internet. That is, this data is available in the internet. We can get this kind of information through internet. അല്ലെ, ഇന്റർനെറ്റിലൂടെയാണ് നമുക്ക് ഈ തരത്തിലുള്ള ഡേറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. Can be easily disseminated and updated. ഓക്കെ, പെട്ടെന്ന് ഇപ്പൊ നമുക്കൊരു PDF കിട്ടിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലിൽ ഏതെങ്കിലും ക്ലാസ് നമുക്ക് നല്ലതാണെന്ന് തോന്നിയെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഷെയർ ഇറ്റ് ത്രൂ ദ ഡിജിറ്റൽ മീഡിയം. ഓക്കെ, അത് വളരെ എളുപ്പമാണ് ഇൻ ദിസ് ഡിജിറ്റൽ ഏജ്. ഓക്കെ, ലേണിംഗ് ഫ്രം ഓൺലൈൻ കോഴ്സ് ഓർ വെബ്സൈറ്റ്, ദാറ്റ്സ് എക്സാമ്പിൾ ഫോർ ഡിജിറ്റൽ നോളജ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോളജ്. So these are the forms of knowledge. ഇനി നോളജിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റിൽ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് നോക്കാം. നോളജ് ഗ്രോസ് വിത്ത് യൂസ്. ദ മോർ യു ഗെറ്റ് ദ മോർ യു വാണ്ട്. അല്ലെ, നമ്മൾ ഉപയോഗിക്കും തോറും കൂടുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് കൂടുതൽ കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കേൾക്കാം. അല്ലെ, യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ക്ലാസ്സസ് അവൈലബിൾ ആണ് എന്തിനെ പറ്റിയിട്ടായാലും. ഇപ്പൊ ഒരാൾക്ക് ഇഫ് എ പേഴ്സൺ വാണ്ട് ടു ഇംപ്രൂവ് ഹിസ് ഓർ ഹർ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽ, അല്ലെ, ഇഷ്ടം പോലെ നമ്പർ ഓഫ് വീഡിയോസ് ആർ അവൈലബിൾ ഇൻ ദി ഓൺലൈൻ പ്ലാറ്റ്ഫോം. അപ്പൊ വളരെ ഈസിയാണ്. അപ്പൊ കൂടുതൽ സമയം ഇതിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ that person can surely improve their spoken English skill. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടുതൽ കിട്ടും. ദാറ്റ് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് നോളജ്, or the first characteristics of knowledge is that the more you get, the more you want. It grows with use. Like, it doesn't decay over time. കുറെ കാലം കഴിഞ്ഞാൽ നമ്മൾ ചോറൊക്കെ എടുത്ത് വെക്കുന്ന പോലെ ചീത്തയായി പോകുന്നില്ല. നോളജ് വിൽ ബി ദെയർ ഇൻ യുവർ മൈൻഡ്. ഇറ്റ് ഷെഡ്സ് ലൈറ്റ് ബിയോണ്ട് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് ഏരിയ. അല്ലെ, നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ ലൈറ്റ് ആണ്, മറ്റുള്ളവർക്ക് പ്രകാശം നൽകും, മറ്റുള്ളവർക്ക് നമുക്ക് നോളജ് പകർന്നു കൊടുക്കാം. ഫാക്ട്സ് ആൻഡ് വാല്യൂസ് ആർ ദ ബേസിസ് ഓഫ് നോളജ്.
നോളജിന്റെ ബേസിസ് എന്തൊക്കെയാണ്? ഫാക്ട്സ് ആൻഡ് വാല്യൂസ്, അല്ലെ? യാഥാർത്ഥ്യങ്ങളും അതുപോലെ തന്നെ മൂല്യങ്ങളും. ഓക്കെ, അതാണ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കുറെ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ ഫാക്ച്വൽ നോളജിനെയൊക്കെ പറ്റിയിട്ട് പറഞ്ഞു. ദെൻ മോർ വീണ്ടും കുറച്ചുകൂടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഇൻഫർമേഷൻ ഈസ് ദ ബേസ് ഓഫ് നോളജ്. നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, അറിവ്, അല്ലെ? അല്ലെങ്കിൽ ഒരു വിവരം, അതാണ് നോളജ്. നോളജ് ഇൻവോൾവ്സ് ട്രൂത്ത്, പ്രൂഫ് ആൻഡ് ബിലീഫ്, അല്ലെ? അതായത് നമ്മൾ പ്രൂഫ് വെച്ചിട്ടാണ് ചില നോളജുകൾ കണ്ടുപിടിക്കുന്നത്, എസ്പെഷ്യലി സയന്റിഫിക് നോളജസ്. ദെൻ ട്രൂത്ത്, അല്ലെ? ട്രൂത്ത് ആയിരിക്കണം. പിന്നെ ചിലത് ബിലീഫ്, നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞു റിവീൽഡ് നോളജ് ഒക്കെ എങ്ങനെയാണ്? ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബിലീഫ്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ബിലീഫ്. നോളജ് ഈസ് ബൗണ്ട്ലെസ്. നമുക്ക് പറയാൻ പറ്റുമോ എനിക്ക് എല്ലാ വിവരങ്ങളും, ദാറ്റ് ഈസ് എനിക്കിനി ഒരു വിവരം കിട്ടാനില്ല, അല്ലെ? എനിക്ക് എല്ലാ വിവരവും ഉണ്ട് എന്ന് പറയാൻ പറ്റും? ഒരു വിവരവും ചെറുതല്ല, ഒരു നോളജും ചെറുതല്ല. വീണ്ടും വീണ്ടും ഇഷ്ടം പോലെ നോളജ് അപ്പുറത്ത് കിടക്കുന്നുണ്ട്, അല്ലെ? നമ്മൾ ഒരു കാര്യത്തെ പറ്റിയിട്ട് അറിയുമ്പോഴാണ് അയ്യോ നമുക്ക് എത്ര കാര്യങ്ങൾ ഇനിയും അറിയാൻ കിടക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. ദാറ്റ് ഈസ് നോളജ് ഈസ് ബൗണ്ട്ലെസ്, അല്ലെ? അതിനൊരു അതിർവരമ്പുകളില്ല, അതിങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇറ്റ് എക്സിസ്റ്റ് ടു ബി ഷെയർഡ്. നോളജ് എന്ന് പറഞ്ഞാൽ പകർന്നു കൊടുക്കാനുള്ളതാണ്. ഡയമെൻഷൻസ് ഓഫ് നോളജ്. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ വിവിധ തലങ്ങൾ. നോളജിന്റെ വിവിധ തലങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്ഹോൾ ഡിഫൈൻ ടു കൈൻഡ് ആൻഡ് പ്രോസസ് ഓഫ് നോളജ്. അവര് രണ്ട് രീതിയിലുള്ള പ്രോസസ് ഓഫ് നോളജും കൈൻഡ് ഓഫ് നോളജിനെ പറ്റിയിട്ടും പറയുന്നുണ്ട്. ആരാണ്? ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്ഹോൾ. Then knowledge is both a product and a process. നോളജ് ഒരു പ്രോഡക്റ്റ് ആണ്, എന്തിന്റെങ്കിലും ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ അനന്തരഫലം. ഓക്കെ, ഇപ്പൊ ഒരു സയന്റിഫിക് നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ ആ സയന്റിഫിക് എക്സ്പെരിമെന്റിന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ആ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ന്യൂട്ടൺസ് തേർഡ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എക്സ്പെരിമെന്റ്സ് നടത്തിയതിന്റെ ഒരു പ്രോഡക്റ്റ് ആണത്. അല്ലെങ്കിൽ കോവിഡ് വാക്സിൻ, അല്ലെ? കോവാക്സിനും അത് ഒക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും. അത് കുറെ എക്സ്പെരിമെന്റിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. ചിലത് എങ്ങനെയാണ്? പ്രോസസ്സാണ് നോളജ് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ സൈക്ലിംഗ്, അതുപോലെ തന്നെ സ്കില്ലുകളൊക്കെ ഉണ്ടല്ലോ, സ്വിമ്മിങ്, അതൊക്കെ ഒരു പ്രോസസ്സാണ്. 4 categories of knowledge to be learned. നമുക്ക് പഠിക്കാനുണ്ട്. 6 levels of cognitive process. അത് പറയുന്നുണ്ട് കേട്ടോ, ബ്ലൂംസ് ടാക്സോണമി ഒക്കെ വരുന്നുണ്ട്. 6 ലെവല് കോഗ്നേറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെ വരുന്നത്? വിത്ത് അവർ ബ്രെയിൻ പ്രോസസിങ് ടു അക്വയർ നോളജ്, അല്ലെ? ബ്രെയിനിന്റെ 6 levels പ്രോസസ്സിംഗ് ഉണ്ട്. നോളജ് അക്വയർ ചെയ്യാനായിട്ടുള്ള 6 ലെവൽ പ്രോസസ്സുകൾ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ദെൻ ഫാക്ച്വൽ നോളജ്. എന്താണ് ഫാക്ച്വൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാറ്റഗറിയാണ് കേട്ടോ. ഫസ്റ്റ് കാറ്റഗറി ഓഫ് നോളജ് ആണ് ഫാക്ച്വൽ നോളജ്. അപ്പൊ ഫാക്ച്വൽ നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ ബേസിക് ഫാക്ട്സ് ആൻഡ് ഡീറ്റെയിൽസ് ഇൻ എ ഡിസിപ്ലിൻ. നമുക്കറിയാം ഓരോ സബ്ജക്റ്റിനും, ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന് അതിൻ്റെതായിട്ടുള്ള കുറെ ഫാക്ട്സ് ഉണ്ട്, അല്ലെ? ഇപ്പൊ നമ്മൾ എസ്പെഷ്യലി ഇൻ ഗ്രാമർ സിംഗുലർ സബ്ജക്ട് കഴിഞ്ഞാൽ സിംഗുലർ വെർബേ വരൂ. ഇറ്റ്സ് എ ഫാക്ട്. ഇപ്പൊ മാത്സ് ആണെങ്കിൽ 2 + 2 = 4. So some facts are there in each and every discipline. Discipline means a subject, നമ്മുടെ subject of study. Examples: dates, formulas, vocabulary. Okay, then date, ഹിസ്റ്ററിയിലൊക്കെ ആണെങ്കിൽ ഡേറ്റ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. 1947 ഇന്ത്യ ഗോട്ട് ഫ്രീഡം. എത്രയായാലും 1947 തന്നെ വരുന്നത്. നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് എ സബ്ജക്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു സബ്ജക്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഈ ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർമുല. ഇപ്പൊ മാത്സ്, ഓക്കെ, എനിക്ക് മാത്സ് ഭയങ്കര ഇഷ്ടമാണ്. ഐ എം എ മാത്സ് സ്റ്റുഡന്റ്, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ബൈ ഹാർട്ട് ഫോർമുലാസ്. പറഞ്ഞാൽ റെഡിയാവോ? ശരിയാവോ? അത് ഇല്ല, ഒരിക്കലും ശരിയാവില്ല. അപ്പൊ ആ ഒരു ഡിസിപ്ലിൻ നമ്മൾ കൈകാര്യം ചെയ്യണമെങ്കിൽ, അത് പഠിക്കണമെങ്കിൽ വി ഷുഡ് ഹാവ് ടു ബൈ ഹാർട്ട് ദോസ് ഫോർമുലാസ്, അല്ലെ? ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കണം, പക്ഷെ ഐ എം നോട്ട് അറ്റ് ഓൾ പെക്യൂലിയർ വിത്ത് വൊക്കാബുലറി. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ വൊക്കാബുലറി ഓർ വേർഡ്സ് ആൻഡ് ഇറ്റ്സ് മീനിങ്സ്. പിന്നെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാനാ? ഓക്കെ, അപ്പോൾ ഓരോ ഡിസിപ്ലിനിലുള്ള ഫാക്ച്വൽ നോളജ് നമ്മൾ അക്വയർ ചെയ്യണം. നീഡഡ് ടു അണ്ടർസ്റ്റാൻഡ് എ സബ്ജക്ട്, എന്നാലേ നമുക്ക് ആ സബ്ജക്ട് മനസ്സിലാവുള്ളൂ. പ്രോബ്ലംസ് ഒക്കെ, ഇപ്പൊ ഫോർമുല അറിയാതെ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ? Then conceptual knowledge. Another category of knowledge is conceptual knowledge. Principles, theories, models in a subject. അതായത് കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ളതാണ് കോൺസെപ്റ്റുവൽ നോളജ്.
ഇപ്പൊ നമ്മള് ഈ സയൻസ് ഒക്കെ ആണെങ്കിലും മാത്സ് ആണെങ്കിലും എപ്പോഴും നമ്മൾ പറയണ സപ്പോസ്. ഓക്കെ, ദാറ്റ് ഈസ് കോൺസെപ്ച്വൽ നോളജ്. പ്രിൻസിപ്പിൾസ്, തിയറീസ്, മോഡൽസ് ഇൻ എ സബ്ജക്ട്. ഓക്കെ, തിയറീസ് ഒക്കെ കുറെ കോൺസെപ്ച്വൽ ആണ്, പിന്നെയാണ് നമ്മൾ ഡിഡക്ട് ചെയ്തിട്ട് ഫോർമുലാസ് ആക്കി മാറ്റുന്നത്. ഇംഗ്ലീഷ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ലിറ്ററേച്ചറിലാണെങ്കിൽ ഒരുപാട് കോൺസെപ്റ്റ്സ്, എല്ലാം കോൺസെപ്ച്വൽ ആണ് അല്ലെ. ദാറ്റ് ടൈപ്പ് ഓഫ് നോളജ് ഈസ് വെരി കോൺസെപ്ച്വൽ. Then how facts fit into larger ideas. അപ്പൊ എങ്ങനെയാണ് ഫാക്ടിനെ ലാർജർ ഐഡിയ ആയിട്ട്, അതായത് നമുക്ക് ഇപ്പൊ നമ്മൾ ഐൻസ്റ്റൈൻ എന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട്, നോളജ് ഈസ് ലിമിറ്റഡ്, ഇമാജിനേഷൻ എൻസർക്കിൾസ് ദ വേൾഡ്. എന്ന് വെച്ചാല് നോളജ് വളരെ കുറവാണ്, ഇമാജിനേഷനിലൂടെയാണ് നമുക്ക് ഈ നോളജ് കിട്ടുള്ളൂ. ദാറ്റ് ഇസ് ദ കോൺസെപ്ച്വൽ നോളജ്. ഇക്കോസിസ്റ്റം മോഡൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ മിനിയേച്ചർ ഒക്കെ വേണമെങ്കിൽ ക്ലാസ്സിൽ കാണിക്കാന്നുള്ളൂ അല്ലെ. ഒന്നും കൂടെ പറയാം, നമ്മുടെ ഡാർവിന്റെ ഇവല്യൂഷൻ. ഓക്കെ, ഇവല്യൂഷൻ തിയറി നമുക്ക് കാണിക്കാൻ പറ്റുമോ ക്ലാസ് റൂമിൽ? ഇറ്റ്സ് എ കോൺസെപ്റ്റ്. ഓക്കെ, ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. പക്ഷെ ഇതെന്താണ്, ഈ കോൺസെപ്ച്വൽ നോളജ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് റിവീൽസ് ഓർ ഇറ്റ് makes us understanding the structure and function of that particular discipline, particular subject. Then procedural knowledge. എന്താണ് പ്രൊസീജിയറൽ? പ്രൊസീഡ് അല്ലെ, ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു സംഭവം, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഹൗ ടു ഡു സംതിങ് ഓർ മെത്തേഡ്സ് ഓഫ് ഇൻക്വയറി. അതായത് മാത്സിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ള, അതാണ് പ്രൊസീജിയറൽ നോളജ്. ഇൻക്ലൂഡ് സ്കിൽസ്, ടെക്നിക്സ് ആൻഡ് മെത്തേഡ്സ്. ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ എന്താ പറയാ, സയന്റിഫിക് മെത്തേഡ്സ്, സയന്റിഫിക്. അപ്പൊ നിങ്ങള് ബയോളജി പ്ലസ് ടുവിലൊക്കെ ബയോളജി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. സെല്ല് അല്ലെ, കവിളിൽ നിന്നൊക്കെ സെല്ലൊക്കെ എടുത്തിട്ട് അതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ ചേമ്പിന്റെ ഒക്കെ സെല്ലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മേ ബി കുറച്ചുകൂടെ മുമ്പാണ് നിങ്ങൾ പഠിച്ചത്, കോക്രോച്ചിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതൊക്കെ ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പ്രൊസീജിയറൽ നോളജ്. അത് നമുക്ക് ആ പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം. ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ വി ഷുഡ് നോ ദ പ്രൊസീജിയർ ഓർ ഹൗ ടു സോൾവ് ദാറ്റ് പ്രോബ്ലം. സോ ഇറ്റ്സ് എ നോളജ് അല്ലെ. ആ ഒരു വിവരം ഇല്ലെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാമ്പിൾ സയന്റിഫിക് മെത്തേഡ്, മാത്സ് ആൽഗോരിതംസ്, then used in carrying out specific task. അതായത് ഓരോ ടാസ്ക് ചെയ്യാൻ, അതായത് മാത്സ് പ്രോബ്ലം, അതുപോലെ സയന്റിഫിക് എക്സ്പെരിമെന്റ്സ്. ഓക്കെ, ദെൻ ഇനി ഇംഗ്ലീഷിലാണെന്നുണ്ടെങ്കിൽ മേ ബി എ ഗ്രാമർ സ്ട്രക്ചർ. ഇപ്പൊ നമ്മളോട് എഡിറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയണം അവിടെ എന്താ തെറ്റെന്ന് നമുക്ക് അറിയണം. പിന്നെ ചേഞ്ച് ദ വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ പറയുമ്പോൾ വി ഷുഡ് നോ ദ പ്രൊസീജിയർ ആൻഡ് നോളജ് ഓഫ് ദാറ്റ് പാർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ലെ, എന്നാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഇസ് പ്രൊസീജിയറൽ. ആ പ്രൊസീജിയറിനുള്ള നോളജ്, ദാറ്റ് ഇസ് പ്രൊസീജിയറൽ നോളജ്. Then metacognitive knowledge. Okay, that is, it's about our brain. Awareness of one's own thinking. അല്ലെ, അതായത് നമ്മളെ സ്വന്തം തിങ്കിങ് നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. പ്ലാനിറ്റിംഗ് ആൻഡ് മോണിറ്ററിങ് കോഗ്നിറ്റീവ് ടാസ്ക്. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നുണ്ട്, എപ്പോഴും നമ്മൾ ഇരുന്ന് ഓരോന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, എല്ലാവരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് അല്ലെ, റൈറ്റ് വെരി ബ്യൂട്ടിഫുള്ളി ഇൻ ഇംഗ്ലീഷ്. ഇപ്പം മെറ്റയും അതുപോലെ ChatGPT ഒക്കെ ഉള്ളതുകൊണ്ട് റൈറ്റിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, എന്നാലും എക്സാമിനൊക്കെ എഴുതുക വേണം. പക്ഷെ സ്പീക്കിംഗ് ഇറ്റ്സ് ഓൾവേസ് അട്രാക്റ്റീവ് ടു പീപ്പിൾ. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല എളുപ്പവഴി നിങ്ങളുടെ അടുത്തും പറയാം. ഏറ്റവും നല്ല എളുപ്പവഴി എന്ന് വെച്ചാൽ fall in love with English and always thinking in English. നമ്മൾ എപ്പോഴും വി ആർ പ്ലാനിങ് ആൻഡ് മോണിറ്ററിങ് എവറിത്തിങ്, എവറി ടാസ്ക് ഇൻ അവർ മൈൻഡ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാൻ, ഇംഗ്ലീഷിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്യുന്നതാണ് നമ്മുടെ മെറ്റാകോഗ്നിറ്റീവ് നോളജ്. നോയിങ് വെൻ, ഹൗ ടു യൂസ് സ്ട്രാറ്റജീസ്. നമ്മളിങ്ങനെ പറയില്ലേ, നമ്മളിങ്ങനെ ആലോചിക്കും, പ്ലാൻ ചെയ്യും. അവനെന്റെ അടുത്ത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പറയണം, ഇത് പറയണം. ഓക്കെ, സോ ഹൗ ടു യൂസ് സ്ട്രാറ്റജീസ്. ഓക്കെ, ദാറ്റ് ഇസ് സെൽഫ് ടെസ്റ്റിംഗ്, ടൈം മാനേജ്മെന്റ്. ഞാൻ ഞാൻ ഈ സമയത്ത് ഈ കുക്കിംഗ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കുക്കിംഗ് വളരെ ഈസിയാണ് ഇഫ് വി ആർ using this kind of metacognitive knowledge or if we are applying this kind of knowledge in kitchen.
കാരണം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യണം. വെറുതെ നമ്മൾ പോയിട്ട് ആദ്യം ചായ വെച്ചു, ഓക്കെ, അത് ഓഫാക്കിയിട്ട് പിന്നെ നമ്മൾ ആലോചിക്കുക അടുത്തത് എന്ത് ചെയ്യണം. നേരെ മറിച്ച് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്യണം. ഇവിടെ ചായ വെക്കുന്നു, അപ്പുറത്താവുമ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കുന്നു, അതിൻ്റെ ഇടയിൽ നമ്മൾ ചമ്മന്തിക്കുള്ള തേങ്ങ ചിരകുന്നു. ഓക്കെ, then everything is very easy. That is the planning, metacognitive knowledge. Then cognitive process levels. 6 levels. ഏതൊക്കെയാണ് പ്രോസസ്, കോഗ്നിറ്റീവ് പ്രോസസ് ലെവൽ? 6 levels of knowledge processing are there. That is remembering. That is, നമുക്കറിയാം പല രീതിയിൽ നമുക്ക് നോളജ് നമ്മൾ അക്വയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മുടെ അടുത്തുണ്ട് അല്ലെ. ഏതൊക്കെയാണ്? റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, അപ്ലൈയിങ്, അനലൈസിങ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ക്രിയേറ്റിംഗ്. These are the cognitive process levels. Okay, that is 6 levels of cognitive process levels. They are remembering, understanding, applying, analyzing, evaluating and creating. Used to acquire and use knowledge. അപ്പൊ ഈ കോഗ്നിറ്റീവ്, അതായത് നമ്മൾ റിമെമ്പർ, നമ്മൾ പല കാര്യങ്ങളും നമ്മളുടെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ടാണ്. മെമ്മറിയിൽ ഉണ്ടാവും കുറെ നോളജുകൾ. ദാറ്റ് ഈസ് വി ആർ എക്സ്പീരിയൻസിങ്. ഡ്യൂ ടു അവർ എക്സ്പീരിയൻസ് വി ആർ അക്വയർഡ് ദാറ്റ് ലെവൽ ഓഫ് നോളജ് അല്ലെ. ചിലത് നമ്മൾ മനസ്സിലാക്കുന്നതാണ്, ചില നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, ചിലത് നമ്മൾ അനലൈസ് ചെയ്യുന്നുണ്ട്. ചില നോളജസ് ആർ വെരി ഹെൽപ്ഫുൾ ഇൻ ഇവാലുവേറ്റിംഗ് തിങ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ വെജിറ്റബിൾസ് വാങ്ങാൻ പോയി എന്ന് വിചാരിക്കാം. ആ സമയത്ത് നമുക്ക് കുറെ നോളജ് ഉണ്ടാവും, എങ്ങനെ നല്ല പച്ചക്കറികൾ അല്ലെ, ഫ്രഷ് പച്ചക്കറികൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള നോളജ് വിൽ ബി ദെയർ ഇൻ അവർ മൈൻഡ്. ഓക്കെ, അതിനനുസരിച്ചാണ് നമ്മൾ വെജിറ്റബിൾസ് വാങ്ങുന്നത്. ദെൻ ക്രിയേറ്റിംഗ് മീൻസ് ദാറ്റ് ഈസ് മേക്കിംഗ് അവർ ഓൺ തിങ്സ്. മേ ബി ഒരു സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. അതർവൈസ് വി ആർ ക്രിയേറ്റിംഗ് എ സ്റ്റോറി. ഓക്കെ, സ്റ്റോറി ഒക്കെ നല്ല ലോജിക് ഇല്ലെങ്കിൽ, okay, we should have to create a story according to the logical or our reasoning or our rational thinking. Otherwise it will be a flop. So ella knowledge then these levels, 6 levels of knowledge ആണ് പറയുന്നത്. These are used to acquire and use knowledge based on revised Bloom's taxonomy. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബ്ലൂംസ് ടാക്സോണമി ഒക്കെ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് യു ആർ ഇൻ ദ 4th semester BEd ക്ലാസ്സസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ബ്ലൂംസ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണുന്ന കുറെ സംഭവങ്ങളാണ് അല്ലെ. ഈ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പൊ മൂപ്പര് കുറെ വേർഡ്സ് പറയുന്നുണ്ട്, അതിൽ ഉൾപ്പെട്ട വേർഡുകളാണ് ഈ റിമെമ്പർ, അണ്ടർസ്റ്റാൻഡ്, അപ്ലൈ, അനലൈസ്, ഇവാലുവേറ്റ്, സ്റ്റേറ്റ്. കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ നോളജ് ആയതുകൊണ്ടാണ് 6 levels പറയുന്നത് അല്ലെ. ഇല്ലുസ്ട്രേറ്റ്, എക്സ്പ്ലെയിൻ, ഡിസ്ക്രൈബ്, കുറെ വേർഡുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് ബ്ലൂംസ് ടാക്സോണമി പറഞ്ഞു കഴിഞ്ഞാൽ. ഈച്ച് ലെവൽ ബിൽഡ്സ് ഓൺ ദ പ്രീവിയസ്. ഓക്കെ, അതായത് ഇപ്പോ റിമെമ്പറിങ് ഇല്ലാതെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവില്ല. ഓക്കെ, ഈ അണ്ടർസ്റ്റാൻഡിങ്ങും റിമെമ്പറിങ്ങും ഇല്ലാതെ നമുക്ക് നോളജ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അനലൈസ് ചെയ്യാൻ പറ്റില്ല, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ഉണ്ടായാലേ നമുക്ക് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ all these levels of knowledge are interrelated or dependent to each other. Remembering, first level എന്താണ് നമുക്ക് നോക്കാം. That is remembering. നമുക്ക് അറിയുന്ന കാര്യമാണ്. Recalling information from a memory. What is mean by remembering? That is we are recalling അല്ലെ. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് അല്ലെങ്കിൽ ഓർത്തെടുക്കുകയാണ് from our memory. അതിനുള്ള എന്താ പറയാ, കീ വേർഡ്സ്. അതായത് നിങ്ങൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ റിമെമ്പറിങ് എന്നുള്ള കാറ്റഗറിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ബ്ലൂംസ് ടാക്സോണമി. എല്ലാ ക്വസ്റ്റ്യനും വാട്ട് ഈസ്, പണ്ടത്തെ പോലെ വാട്ട് ഈസ് എന്നൊന്നും പറഞ്ഞിട്ട് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു ഡെഫിനിഷൻ ചോദിക്കണമെങ്കിൽ സ്റ്റേറ്റ്, അതാണ് അതിനുള്ള ബ്ലൂംസിന്റെ ടാക്സോണമിയിലുള്ള വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ. ഓക്കെ, ദെൻ അപ്പൊ അങ്ങനെ മെമ്മറി. അപ്പൊ ഇതിനുള്ള റിമെമ്പറിങ്ങിനുള്ള കീ വേർഡ്സ് ഏതൊക്കെയാണ്? ഡിഫൈൻസ്, ലിസ്റ്റ്, നെയിംസ്. ഓക്കെ, കണ്ടിട്ടില്ലേ ഇങ്ങനെ ഡിഫൈൻ, ന്യൂട്ടൺസ് 3rd law. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ വേർഡുകളൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് റിമെമ്പറിങ് നോളജ് എങ്ങനെയാണ്, കുട്ടിയുടെ ആ ഒരു റിമെമ്പറിങ് സ്കിൽ ഉണ്ടോന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണത്. Recite a safety rule. Okay,
ദെൻ നമുക്ക് വേണമെങ്കിൽ റിമെമ്പർ ഇങ്ങനെ എന്താണ് recite a safety rule or recite a few lines from this poem. ഏതെങ്കിലും poem കൊടുക്കാം, അല്ലെങ്കിൽ name planets in order. Okay, so these are remembering questions. Understanding, making meaning from information. എന്താ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞു വെച്ചാല് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി, അത് നമ്മൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, ദാറ്റ് ഇസ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെ. അതായത് ഒരു ഇൻഫർമേഷന്റെ മീനിങ് നമ്മൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ നമ്മൾ അക്വയർ ചെയ്യുക എന്നാണെങ്കിൽ അതിനെയാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. എക്സ്ക്യൂസ് മീ. ദെൻ കീ വേർഡ്സ് ഏതൊക്കെയാണ്? എക്സ്പ്ലെയിൻസ്. ഓക്കെ, ഈ അണ്ടർസ്റ്റാൻഡിങ് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയാനായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻ വേർഡ്സ് ആണ് എക്സ്പ്ലെയിൻ, ഇന്റർപ്രറ്റ്, സമ്മറൈസ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വേർഡ് ഒക്കെ വരുന്നത്. എക്സ്പ്ലെയിൻ ടെസ്റ്റ് സ്റ്റെപ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം എക്സ്പ്ലെയിൻ നോളജ്. ഓക്കെ, ടൈപ്സ് ഓഫ് നോളജ്, കാറ്റഗറീസ് ഓഫ് നോളജ്. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മളവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. നോട്ട് ജസ്റ്റ് റിമെമ്പറിങ്, ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ല. ഡിഫറെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് നോളജ് ഉണ്ട്. ഓരോ നോളജും എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ വിത്ത് എക്സാമ്പിൾസ്, ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. ദെൻ ട്രാൻസ്ലേറ്റ് എ ചാർട്ട് ഇൻ ടു ടെക്സ്റ്റ്. ഇതെല്ലാം എന്താ പറയുക അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് നോളജ് ആണ്. ദെൻ അപ്ലൈ, അതിന് വരുന്ന എങ്ങനെയൊക്കെയാണ്? യൂസിങ് നോളജ് ഇൻ റിയൽ സിറ്റുവേഷൻസ്. നമുക്ക് എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, അത് റിയൽ, വി ഹവ് ടു അപ്ലൈ ഇറ്റ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ് അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ കുറെ നോളജ് ഉണ്ട്, കുറെ പഠിപ്പുണ്ട്, വിവരമുണ്ട്, എനിക്ക് നന്നായിട്ട് കുറെ ഇംഗ്ലീഷ് ഒക്കെ ഞാൻ പഠിച്ചു, ആൻഡ് ഐ എം നോട്ട് അറ്റ് ഓൾ റെഡി ടു സ്പീക്ക് ഔട്ട്. ഇസ് ദർ എനി യൂസ് ഫോർ ദാറ്റ് നോളജ്? ഉണ്ടോ? അപ്പൊ അല്ലെങ്കിൽ വേറെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, നമുക്ക് കുറെ നോളജ് ഉണ്ട്, അത് നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഒരു പാവപ്പെട്ടവനെ നമ്മൾ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ കണ്ണാണാത്ത ഒരാളെ റോഡ് ക്രോസ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നില്ല. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ദാറ്റ് നോളജ്? അല്ലെ, വി ഹാവ് ടു അപ്ലൈ നോളജ്. നമുക്കത് റിയൽ ലൈഫ്, വി ഹാവ് ടു അപ്ലൈ അവർ നോളജ് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അതിന്റെ കീ വേർഡ്സ് ഏതൊക്കെയാണ്? യൂസസ്, അപ്ലൈസ്, ഡെമോൺസ്ട്രേറ്റ്സ്. ഓക്കെ, such things or such key words are there according to the Bloom's taxonomy. ഈ വേർഡുകളൊക്കെ Bloom's taxonomyയിൽ വരുന്നതാണ് കേട്ടോ. അതിന്റെ എക്സാമ്പിൾ ആണ് യൂസ് മാനുവൽ ടു കാൽക്കുലേറ്റ് പേ. ഓക്കെ, ദെൻ അപ്ലൈ മാത്സ് ഇൻ ബഡ്ജറ്റിംഗ്. ഓക്കെ, അതായത് മാത്സ് ബഡ്ജറ്റിംഗ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് നമുക്ക് ഒരു മാസത്തെ ചെലവ് കണക്ക് കൂട്ടണം. ഓക്കെ, അതിനെന്താണ് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ക് കൂട്ടുന്നത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ആ നോളജ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ അനലൈസിങ്, ബ്രേക്കിംഗ് ഡൗൺ ആൻഡ് എക്സാമിനിങ് പാർട്സ്. അനലൈസ് ചെയ്യുക എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ വിശകലനം ചെയ്യുക അല്ലെ. വിശകലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കീറി മുറിച്ച് പരിശോധിക്കുക, ദാറ്റ് ഈസ് അനലൈസിങ്. കമ്പയർസ്, കോൺട്രാസ്റ്റ്, ഡയഗ്രംസ്. ഓക്കെ, അപ്പൊ അതിൽ ഈ വേർഡുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനാലിസിസ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ എന്താണ് കീറി മുറിച്ച് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിന്റെ അതില്ല. അപ്പൊ നമ്മൾ വി ആർ അനലൈസിങ്. ഓക്കെ, എക്സാമിനിങ് ദ പാർട്സ്. ഓക്കെ, ട്രബിൾ ഷൂട്ട് എക്വിപ്മെന്റ് ഫോൾട്ട്, സ്പോട്ട് ഫ്ലോസ് ഇൻ റീസണിങ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അതായത് എക്വിപ്മെന്റ് ഫോൾട്ട് പറഞ്ഞ ഏതെങ്കിലും ഒരു എക്വിപ്മെന്റ്, നമ്മൾ TV വാങ്ങി അത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നില്ല, അപ്പൊ അത് എന്തുകൊണ്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് വി ഹാവ് ടു അനലൈസ്. ഓരോ കാര്യം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, അത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ, വി ഷുഡ് ഹാവ് ടു അനലൈസ്. ഇംഗ്ലീഷിലൊക്കെ ആണെങ്കിൽ പാം. ഓക്കെ, ദാറ്റ് ഈസ് അനലൈസ് ദ പാം ഇൻ ടേംസ് ഓഫ് an ode. Okay, this is ode to a Grecian earl is an example for an ode or a romantic ode. Analyze എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ടും എടുത്തിട്ട് എന്തുകൊണ്ട് അതൊരു ഓട് എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് അത് ഓടാവുന്നത്, ഓരോ സെന്റൻസും അല്ലെങ്കിൽ ഓരോ ലൈനും എടുത്തിട്ട് വിച്ച് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് an ode. ഈ ഓരോ ലൈനും അത് നീതി പുലർത്തുന്നുണ്ട്. സോ വി ഷുഡ് ഹാവ് ടു അനലൈസ് ഇറ്റ് അക്കോർഡിംഗ്ലി. So such kind of knowledge is known as analysis or analyzing. That is breaking down and examining parts. The next one, evaluating. കുറെ അനാലിസിസ് എന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ആൻഡ് ഡിസിഷൻസ് അല്ലെ, ജഡ്ജ്മെന്റ്സ് നടത്തണം.
അതിനുള്ള കീ വേർബ്സ് ആണ് ക്രിട്ടിക്സ്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാലോ. അതായത് വെദർ there is Ram is the hero of the story, justify your answer. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മുടെ ക്രിട്ടിക്കലി അനലൈസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക, വിലയിരുത്തണം. നമ്മുടെ ആൻസറിന് അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനെ നമ്മൾ തന്നെ വിലയിരുത്തുകയാണ്. ഓക്കെ, ദെൻ സപ്പോർട്ട്സ് ഇതൊക്കെയാണ് ഇവാലുവേഷനുള്ള ബ്ലൂംസ് ടാക്സോണമി വേർഡ്സ്. ദെൻ ചൂസ് ബെസ്റ്റ് സൊല്യൂഷൻ, ഡിഫൈൻഡ് എ പ്രപ്പോസ്ഡ് ബഡ്ജറ്റ്. ഓക്കെ, ബഡ്ജറ്റ് ടോക്ക് ഇക്കണോമിക്സുകാരൊക്കെ ആണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ വരുന്നത് ഡിഫൈൻഡ് ദ കറന്റ് ബഡ്ജറ്റ്. അപ്പൊ അത് ഇവാലുവേറ്റ് ചെയ്യണം, വിലയിരുത്തണം. അനലൈസ് ചെയ്തിട്ട് വേണം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട്. ഓരോ കാര്യങ്ങളും നമ്മൾ ആദ്യം അനലൈസ് ചെയ്ത് അതിനെ വിലയിരുത്തണം. ജഡ്ജ്മെന്റ്സ്, ഡിസിഷൻ മേക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് in this type of knowledge. Then creating. Next, last type, sixth level of knowledge is creating. Combining ideas into a new whole. Okay, ഐഡിയാസിനെ കമ്പൈൻ ചെയ്യുന്നത്. ഇതുവരെയുള്ള എല്ലാ ഐഡിയകളെയും കമ്പൈൻ ചെയ്ത് പുതിയൊരു സംഭവം ഉണ്ടാക്കുക. Creates, designs, writes. Create a story, design a story, write a story on your future job. Okay, so design a new machine. Example ആണ് കേട്ടോ. Write a training manual. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ക്രിയേറ്റിംഗ് ലെവലായിട്ട്, കോഗ്നിറ്റീവ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാറുള്ളത്. നോളജ് ചെക്ക് ചെയ്യാനായിട്ട്, അവർക്ക് ക്രിയേറ്റിംഗ് നോളജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണത്. ഇനി നമ്മൾ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്, ഇങ്ങനെ കുറെ കോളം ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ നോക്കിയാൽ മതി. Bloom's it is according to the Bloom's taxonomy on the dimensions of knowledge. Remembering, retrieve relevant knowledge from long-term memory. അല്ലെ, മെമ്മറിന്ന് നമ്മൾ എടുത്തിട്ട് റിട്രീവ് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ട് ചെയ്യുന്നതാണ് റിമെമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ സബ് കാറ്റഗറീസ് ആൻഡ് റെക്കഗ്നൈസ്. നമുക്ക് മനസ്സിലാവണം ഈ ക്വസ്റ്റ്യൻ. ചിലപ്പോൾ നമ്മളെല്ലാം പഠിച്ചു പോയിട്ട് നമുക്കത് ഓർമ്മ ഇല്ലെങ്കിൽ, നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ, വി കനോട്ട് റൈറ്റ് ദി ആൻസർ. റെക്കഗ്നൈസ്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റീകോൾ, ആദ്യം കണ്ടുപിടിക്കുക, പിന്നെ അത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ന്യൂട്ടൺസ് തേർഡ് ലോ ആണ് ഇതെന്ന് ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം, പിന്നെ നമ്മളത് മനസ്സിലാക്കണം. ദെൻ ഐഡന്റിറ്റി റിട്രീവ്സ്. ഓക്കെ, പിന്നെ അത് നമ്മൾ എന്ത് ചെയ്യാണ്? റിട്രീവ് പറഞ്ഞ വീണ്ടെടുക്കുകയാണ് നമ്മുടെ ആ ഒരു മെമ്മറിയിലുള്ള നോളജ്. ലൊക്കേറ്റിംഗ് നോളജ് ഇൻ ലോങ് ടേം മെമ്മറി ദാറ്റ് ഇസ് കൺസിസ്റ്റന്റ് വിത്ത് പ്രസന്റഡ് മെറ്റീരിയൽ. അതായത് റെക്കഗ്നൈസ് ദ ഡേറ്റ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. അതിനൊരു എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ എന്താ പറയാ, ഡേറ്റുകൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അത് റെക്കഗ്നൈസ് ചെയ്ത് റിട്രീവ് ചെയ്ത് എടുക്കേണ്ടതാണ്. Retrieving relevant knowledge from long-term memory, that is recall the date of important events in Indian history. Okay. Then understand. Next level ആണ് understand. Construct meaning from instructional messages including oral, written and graphic communication. നമ്മളുടെ ഓറൽ അല്ലെ, ഓറൽ എന്ന് പറഞ്ഞാൽ സ്പോക്കൺ, റിട്ടൺ ആൻഡ് ഗ്രാഫിക് ഡയഗ്രാംസ്. ഓക്കെ, ഈ കമ്മ്യൂണിക്കേഷനിലുള്ള മെസ്സേജിൽ നിന്നും മീനിങ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്. അതിനെ നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതായത് ക്ലാരിഫൈ, അതായത് നമ്മളോട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കുമ്പോൾ ജസ്റ്റ് ഒരു റിമെമ്പറിങ് ക്വസ്റ്റ്യൻ അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലാരിഫൈ, പാരഫ്രേസ്, റെപ്രസെന്റ്, ട്രാൻസ്ലേഷൻ. ഓക്കെ, നമ്മളത് ക്ലിയർ ആയിട്ട് പ്രസന്റ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് ചേഞ്ചിങ് ഫ്രം വൺ ഫോം ഓഫ് റിപ്രസെന്റേഷൻ numerical to another, paraphrase important speeches and documents. അപ്പൊ അത് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കോംപ്രിഹെൻസീവ് ക്വസ്റ്റ്യൻസ്. ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന്റെ ബേസിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ആ നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ, പാരഗ്രാഫ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, വെദർ യു ഹാവ് ദ റീഡിംഗ് എബിലിറ്റി ഓർ നോട്ട് കണ്ടുപിടിക്കാനാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ അതാണ് പാരാഫ്രേസിങ് എന്ന് പറഞ്ഞാൽ ചുരുക്കുക, സമ്മറൈസ് ചെയ്യുക. അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇത് ബേസ് ചെയ്തിട്ടാണ് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ. ദെൻ ഫൈൻഡിങ് a specific example or illustration of a concept or principle, that is give examples of various
ആർട്ടിസ്റ്റിക് പെയിന്റിംഗ് സ്റ്റൈൽസ്. അപ്പോൾ നമുക്ക് ഡിഫറെന്റ് ആർട്ടിസ്റ്റിക് പെയിന്റിംഗ് സ്റ്റൈൽസ് ഏതൊക്കെയെന്ന് അറിയണം, എന്നാലേ നമുക്കത് അതിന് എക്സാമ്പിൾസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ദെൻ ക്ലാസിഫൈ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ആണ് കേട്ടോ. സമ്മറൈസ്, ദെൻ ഇൻഫറൻസ്. ഓക്കെ, അതായത് കൺക്ലൂഡ്, എക്സ്പ്ലോറേറ്റ്, ഇന്റർപ്രറ്റ്, എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നുണ്ട്. പ്രെഡിക്റ്റ്, ഇൻഫറിങ് മീനിങ്, ആട്രിബ്യൂട്ടിങ്. ഓക്കെ, ദെൻ കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എക്സ്പ്ലെയിൻ, ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് നോളജ് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലാതെ ജസ്റ്റ് റിമെമ്പറിങ് ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിമെമ്പറിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ റീകാളിങ്, ജസ്റ്റ് ഐഡന്റിഫൈങ് ദ ക്വസ്റ്റ്യൻ ഓർ റെക്കഗ്നൈസിങ് ദ ക്വസ്റ്റ്യൻ ആൻഡ് റീകാളിങ് ആൻഡ് റൈറ്റ്. പക്ഷെ ഇവിടെ അത് പറ്റില്ല. കാരണം we have to analyze, we have to classify, summarize, infer, compare, explain, illustrate. Everything should be there in understanding type of questions. Okay, and examples in the determining that something belongs to a category. Okay, classify, observe. Okay, abstracting a general theme or major points. അപ്പോൾ ഇതൊക്കെ നമ്മൾ റൈറ്റ് എ ഷോർട്ട് സമ്മറി ഓഫ് ദി ഇവന്റ് പോർട്രേഡ് ഓൺ എ വീഡിയോ ടേപ്പ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ വീഡിയോ ടൈപ്പിന്റെ സമ്മറി എഴുതാനാണ്, ഒരു വീഡിയോ ക്ലാസിന്റെ സമ്മറിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ഫിലിമിന്റെ സമ്മറിയോ ഒന്ന് മനസ്സിലായാൽ ഡയലോഗ്സും എല്ലാം മനസ്സിലായി, സെറ്റിംഗ്സ്, എവറിത്തിങ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദി ഓഡിയൻസ്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഈ ടൈപ്പ് ഓഫ് നോളജ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലെവലിലുള്ളത്. നെക്സ്റ്റ് അപ്ലൈയിങ് ലെവൽ, നമുക്കറിയാം ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ വി ഹാവ് ടു അപ്ലൈ ദ നോളജ് ഇൻ എ ലൈഫ് ലൈക്ക് സിറ്റുവേഷൻ. ഓക്കെ, carry out or use procedure in a given situation. അതിന് പറയുന്ന വേർഡുകളൊക്കെയാണ് എക്സിക്യൂട്ട്, ഇംപ്ലിമെന്റ് യുവർ നോളജ് അല്ലെ. അപ്പൊ എക്സിക്യൂട്ട് പറഞ്ഞു വെച്ചാൽ അപ്ലൈയിങ് എ പ്രൊസീജിയർ ടു എ ഫെമിലിയർ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഡിവൈഡ് വൺ ഹോൾ നമ്പർ ബൈ അനദർ ഹോൾ നമ്പർ ബോത്ത് വിത്ത് മൾട്ടിപ്പിൾ ഡിജിറ്റ്സ്. ഓക്കെ, ഇത് മാത്സ് അറിയുന്ന ആളുകൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതായത് നമുക്കറിയാം നമ്മൾ എത്ര ഡിവിഷൻ പഠിച്ചു അല്ലെ. ഡിവിഷൻ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളത് എന്താണ് ആപ്ലിക്കേഷൻ ലെവലിലേക്കുള്ള, ഇപ്പൊ നമ്മൾ എങ്ങനെ ആലോചിക്കണം, ഈ ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്, അതിൽ 50 കുട്ടികളിൽ പകുതി പേര് എന്താണ് ബോയ്സ് ആണ്. അപ്പൊ നമ്മൾ ഡിവിഷൻ ആണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് മനസ്സിലാവണം. ഓക്കെ, ദാറ്റ് ഈസ് ആപ്ലിക്കേഷൻ. ദെൻ അപ്ലൈയിങ് നോളജ്, ദാറ്റ് ഈസ് യൂസ്. ഇംപ്ലിമെന്റ് എങ്ങനെയാണ്, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ നമ്മളത് അപ്ലൈ ചെയ്യുക. സെക്കൻഡ് ലോ നമ്മൾ ഇപ്പോ ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ ഒക്കെ നമ്മളിങ്ങനെ ഇപ്പൊ ഈ ചവിട്ടിയിലൊക്കെ നമ്മളിങ്ങനെ വടികൊണ്ടൊക്കെ അടിച്ച് അല്ലെങ്കിൽ തട്ടിക്കുടഞ്ഞിട്ട് പൊടിയൊക്കെ കളയല്. ഇറ്റ് ഇസ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യണം ആക്ച്വലി ചെയ്യുന്നത് അവിടെ. ദെൻ അനലൈസ്, നെക്സ്റ്റ് വൺ ഈസ് അനലൈസ്. ഓക്കെ, അനലൈസ് എന്ന് പറഞ്ഞാൽ അറിയാം, ബ്രേക്ക് മെറ്റീരിയൽ ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ്. കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പാർട്ടുകളായിട്ട്. ആൻഡ് ടു ഡിറ്റർമൈൻ ഹൗ പാർട്സ് relate one another and to an overall structure or purpose. Okay, അങ്ങനെ കീറി മുറിച്ച് വിശകലനം ചെയ്യുക. എക്സ്പെരിമെന്റ്. ഓക്കെ, ദെൻ experientials. Then okay, sorry, what is that? Experientials. That is not clear in your textbook also. There is a describe, distinguish, focus, select. നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഡിസ്റ്റിംഗ്വിഷ്, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഒക്കെ അതിൽ വരുന്നതാണ്. ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റെലവെന്റ് ആൻഡ് ഇറെലവെന്റ് നമ്പേഴ്സ് ഇൻ എ മാത്തമാറ്റിക്കൽ വേർഡ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയണം. ഇതിനെയും കീറി മുറിച്ച് പരിശോധിക്കണം അപ്പുറത്തേനും, എന്നാലും നമുക്ക് ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. Then organize. Find coherence, integrate, outline. Organize, തരംതിരിക്കുക. Structure, evidence. Okay. Organize the people into different classes. Okay, കുറച്ച് ഒരു ക്ലാസ്സിൽ ഇപ്പൊ നിങ്ങൾ ടീച്ചേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം, ഒരു ക്ലാസ്സിൽ ഒരു 50 സ്റ്റുഡൻസ് ഉണ്ട്. അവരെ നമ്മൾ ഗ്രൂപ്പാക്കി തിരിക്കുമ്പോഴൊക്കെ നമുക്ക് ഈ അനാലിസിസ്, ഈ നോളജ് നല്ലോണം ഉണ്ടായിരിക്കണം.
അപ്പൊ ഓരോ ഗ്രൂപ്പിലും എല്ലാ കാറ്റഗറി ആളുകളും വേണം. അതിനനുസരിച്ച് വേണം വി ഹൗ ടു ഓർഗനൈസ് ദം. ദെൻ ആട്രിബ്യൂട്ട്, ദാറ്റ് ഈസ് ഡിറ്റർമൈൻ ദ, അതിന്റെ എക്സാമ്പിൾസ് ആണ് വായിക്കുന്നത് കേട്ടോ. ആട്രിബ്യൂട്ട് പറഞ്ഞിട്ട് ഡിറ്റർമൈനിങ് ദ പോയിന്റ് ഓഫ് വ്യൂ, bias, values, or intent underlying presented material. Determine the points of view of the author. അല്ലെ? അപ്പോ നമ്മൾ ഓതറിന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ ആ പെർസ്പെക്റ്റീവ് എഴുതുക. ദാറ്റ് ഈസ് an essay in terms of his or her political perspective. That is analysis. ഇപ്പൊ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ, ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്തൊക്കെ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അനലൈസ് ഓഡ് ടു എ ഗ്രീഷ്യൻ ഏൺ ആസ് എ റൊമാൻറ്റിക് പോം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഓരോന്നിനെയും കീറി മുറിച്ച് പരിശോധിക്കണം. ഓർ അനലൈസ് ജോൺ കീറ്റ്സ് ആസ് എ റൊമാൻറ്റിക് പോയറ്റ്. ഓക്കെ, അപ്പൊ അതിനെയൊക്കെ നമ്മൾ കീറി മുറിച്ച് പരിശോധിക്കുക. ദാറ്റ് ഈസ് അനലൈസിങ്. ദ നെക്സ്റ്റ് വൺ ഈസ് ഇവാലുവേറ്റിംഗ്, മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ബേസ്ഡ് ഓൺ ക്രൈറ്റീരിയ ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് വിലയിരുത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവാലുവേറ്റിംഗ് എന്ന് പറയുന്നത്. ദെൻ കോർഡിനേറ്റഡ് ടെസ്റ്റ്, ഡിറ്റക്ട്, മോണിറ്റർ. ഡിറ്റക്ടിങ് കൺസിസ്റ്റന്റ് ഫാലസീസ് വിത്തിൻ ദ പ്രോസസ് ഓർ പ്രോഡക്റ്റ്. ഫാലസി ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, കോൺസെപ്റ്റ്സ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ്, വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മേക്കിംഗ് ജഡ്ജ്മെന്റ്സ് ഓൺ ദ ഡിസിഷൻസ്. ഡിറ്റർമൈൻ ഇഫ് എ സയന്റിസ്റ്റ് കൺക്ലൂഷൻ ഫോളോ ഫ്രം ഒബ്സർവ്ഡ് ഡാറ്റ. ഇപ്പൊ എന്താണ് വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, ഒരു കൺക്ലൂഷൻ, ഒരു ഡേറ്റ സയന്റിഫിക് കൺക്ലൂഷൻ ആണ്. സയൻസ് സ്റ്റുഡൻസിനാണ് കുറച്ചും കൂടെ മനസ്സിലാവുക. ഡിറ്റർമൈൻ, നിങ്ങൾ ഫിസിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇങ്ങനെ ഒരു ഒബ്സർവ്ഡ് ഡാറ്റ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഇവാലുവേറ്റിംഗ്. Then next one is create, creation. അല്ലെ, ലാസ്റ്റ് വൺ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ മുമ്പ് ഒരു ക്രിട്ടിക് ഉണ്ട്. ക്രിട്ടിക് പറഞ്ഞാൽ ജഡ്ജ് ചെയ്യാനാണ്. അതും എന്താണ്? ഇവാലുവേഷന്റെ ഒരു പാർട്ടാണ്. ജഡ്ജ് വിച്ച് ടു മെത്തേഡ്സ് ഓഫ് ദിസ് ബെസ്റ്റ് വേ സോൾവ് എ ഗിവൺ പ്രോബ്ലം. ജഡ്ജ് ഇവാലുവേറ്റ് ദ കറന്റ് ബഡ്ജറ്റ്, കോമിക്സ് അവർക്കൊക്കെ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇവാലുവേറ്റ് ദ പോം ഇൻ ടേംസ് ഓഫ് modern techniques, okay, in the modern genre, or evaluate the poem in terms of there is a war poetry. Okay, അപ്പൊ ഈ രീതിയിലൊക്കെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതിന്റെ ഓരോ കാര്യങ്ങളും അനലൈസ് ചെയ്ത്, മുമ്പ് പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ വേണം. അതിൽ റിമെമ്പറിങ് വരുന്നുണ്ട്, അനലൈസിങ് വരുന്നുണ്ട്, ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് വരുന്നുണ്ട്, എല്ലാം ഉണ്ട് ഏതില്? ഈ ഇവാലുവേഷൻ. നെക്സ്റ്റ് ഉണ്ട് the last one, that is creation. Okay, put elements together to form coherent functional whole. നമ്മുടെ ഇതുവരെയുള്ള എല്ലാ നോളജ് ഉപയോഗിച്ച് പുതിയൊരു കാര്യം സൃഷ്ടിക്കുക. Hypothesize, coming up with alternatives or hypothesis based on criteria. Generate hypothesis. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ റിസർച്ച് പരമായിട്ടൊക്കെയാണ് ഇത് ചോദിക്കുന്നത്. ജനറേറ്റ് ഹൈപ്പോത്തസിസ്. ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ വളരെ എളുപ്പമാണ് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്രിയേറ്റ് എ സ്റ്റോറി ഓഫ് യുവർ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കറന്റ് സിനാറിയോ, ഓർ ഓൺ ദ ബേസിസ് ഓഫ് ദിസ് കറന്റ് ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഓൺ ദ ബേസിസ് ഓഫ് ദ മൂവി ദാറ്റ് യു വാച്ച്ഡ് റീസെന്റ്ലി. അല്ലെ? അപ്പൊ ഒരു സ്റ്റോറി എഴുതാനായിട്ട്, ഒരു സ്റ്റോറി നമ്മൾ പഠിച്ചിട്ട് അതിന്റെ ബേസിൽ വേറൊരു സ്റ്റോറി എഴുതുക, അല്ലെങ്കിൽ പോം എഴുതുക. ദാറ്റ് ഈസ് ക്രിയേഷൻ. ഓക്കെ, ദെൻ ആ സമയത്ത് വി ഷുഡ് ഹാവ് ടു പ്ലാൻ, ഡിസൈൻ, എവറിത്തിങ് വിൽ ബി ദയർ. ഓക്കെ, ദെൻ പ്രൊഡ്യൂസ്, കൺസ്ട്രക്ട്. അല്ലെ, എല്ലാ എബിലിറ്റിയും ഈ ക്രിയേറ്റ് എന്നുള്ള നോളജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ വേണം. The knowledge and cognitive process, dimensions of Bloom's taxonomy. അപ്പോൾ നമ്മൾ ആൻഡേഴ്സന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു. ആൻഡേഴ്സൺ ഒക്കെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഓർ ഡയമെൻഷൻസ് ഓഫ് നോളജ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബേസ്ഡ് ഓൺ ആൻഡേഴ്സൺസ് പെർസ്പെക്റ്റീവ്, ദ നോളജ് ഡയമെൻഷൻ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഗ്രിഡ് ഈസ് കമ്പോസ്ഡ് ഫോർ കൈൻഡ്സ്, ഫാക്ച്വൽ, കോൺസെപ്ച്വൽ. ആ കാര്യങ്ങൾ നിങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലെ? 4 kinds of knowledge: factual, conceptual, procedural and metacognitive. ഇപ്പുറത്ത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതൊരു 3 dimensional ചാർട്ട് ആണ്.
3-dimensional ചാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടെ ഇതാ കണ്ടോ, ഇവിടെ ഇങ്ങനൊരു വരയുണ്ട്. ഇങ്ങനൊരു വര എന്നുള്ളത് മീൻസ് കൈൻഡ്സ് ഓഫ് നോളജ് ആണ് ഇത്, ലെവൽസ് ഓഫ് കോഗ്നേറ്റീവ് പ്രോസസ് ആണ് ഇത്. ഇതും കൂടെ യോജിക്കുന്നതാണ് ഇവിടെ. ദാറ്റ് ഈസ് റിമെമ്പറിങ് എന്നുള്ള കോഗ്നേറ്റീവ് ലെവൽ പ്രോസസ്സും ഫാക്ച്വൽ നോളജ് ആയിട്ടുള്ള ലിസ്റ്റും കൂടെ, ഫാക്ച്വൽ നോളജും കൂടെ ആയിട്ടുള്ള. അപ്പൊ ഏത് ബ്ലൂംസ് ടാക്സോണമിയിൽ ഏത് വേർഡാണ് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക? ലിസ്റ്റ്. ഓക്കെ, ലിസ്റ്റ് ഡൗൺ the reasons of the First World War എന്ന് പറയുമ്പോൾ അത് റിമെമ്പറിങ്ങിലും വരുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഫാക്ച്വൽ. ഇനി ഇവിടെ സമ്മറൈസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഫാക്ച്വൽ. ഓക്കെ, ഫാക്ച്വൽ നോളജ് ആണ് നമുക്ക് സമ്മറൈസ് ചെയ്യാൻ പറ്റുക. അപ്ലൈയിങ്, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓൾസോ ഫാക്ച്വൽ. ക്ലാസിഫൈ എന്നുള്ള വേർഡാണ് ക്ലാസിഫൈ. ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലൂംസ് ടാക്സോണമി തന്നെ പറഞ്ഞില്ലേ, ക്ലാസിഫൈ ദ words according to the cognitive levels or metacognitive levels. Okay, classify പറയാം. ഇപ്പൊ ക്ലാസിഫൈ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ക്ലാസിഫൈ ഓർഗാനിസംസ് ഇൻടു നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. എന്താണ്? പ്ലാന്റ്സ് ആൻഡ് that is creatures or what do you call animals. അല്ലെ, ബോട്ടണി ഒക്കെ പഠിച്ച ആളുകൾക്കാണെങ്കിൽ അറിയാം. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, 2 categories are there, classifications are there. പിന്നെ അനാലിസിസിന് വരുന്നതാണ്. അനാലിസിസ് ഇവിടെ ഇങ്ങനെ നോക്കണം കേട്ടോ. അനാലിസിസ്, ഫാക്ച്വൽ നോളജ്, ഓർഗനൈസ്. ഓക്കെ, ഇവാലുവേറ്റിംഗ്, റാങ്ക്. ഓക്കെ, അപ്പൊ നമ്മൾ വിലയിരുത്താണ്. റാങ്ക് the organisms according to their evolution or according to their structure എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ വിലയിരുത്തിയിട്ടുണ്ടാക്കേണ്ടതാണ്. അതായത് ആദ്യം എന്ത് വരും, പിന്നെ എന്ത് വരും, കുറച്ചും കൂടെ ഡെവലപ്പ് ആയിട്ടുള്ളത്. സോ ദാറ്റ് ഇസ് റാങ്ക്. ദെൻ ക്രിയേറ്റീവ്, കണ്ടോ, ഫാക്ച്വൽ നോളജ്, കമ്പയർ. അപ്പൊ ഇങ്ങനെയാണ് ഇത് വരുന്നത്. കോൺസെപ്ച്വൽ നോളജ് റിമെമ്പറിംഗിൽ വരുമ്പോഴാണ് ഡിസ്ക്രൈബ് വരിക. കണ്ടോ, കോൺസെപ്ച്വൽ നോളജ് അണ്ടർസ്റ്റാൻഡിംഗിൽ വരുമ്പോൾ ഇന്റർപ്രറ്റ് എന്നുള്ള വേർഡ് വരും. ബ്ലൂംസ് ടാക്സോണമി, അതായത് നമ്മൾ എക്സാമിന് ചെയ്യേണ്ടതാണ്. അപ്പൊ എക്സാമിന് ഈ ഡിസ്ക്രൈബും സമ്മറൈസും നമ്മൾ എല്ലാറ്റിനും ഒരേ ആൻസർ ആണ് എഴുതുന്നത്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ദ റൈറ്റ് മെത്തേഡ്. അപ്പൊ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ഓരോ ബ്ലൂംസ് ടാക്സോണമിയിലെ ഓരോ ക്വസ്റ്റ്യൻ വേർഡിനും അനുസരിച്ച് വേണം വി ഹാവ് ടു പ്ലാൻ അവർ ആൻസർ, വി ഹാവ് ടു റൈറ്റ് ഡൗൺ അവർ ആൻസർ. അപ്പൊ നമുക്ക് മാർക്ക് കുറഞ്ഞു പോണതിന്റെ കാര്യങ്ങൾ അതാണ്. ദാറ്റ് ഇസ് വാട്ട് ഇസ് ദി എക്സ്പെക്ടേഷൻ ഓഫ് ദി എക്സാമിനർ. അല്ലെ, എക്സാമിനർ എങ്ങനെയാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നതിന്റെ ആൻസർ എന്നുള്ളത് ഇറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ ബ്ലൂംസ് ടാക്സോണമി ഓർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് നോളജ് ഓർ ഡിഫറെന്റ് മെറ്റാകോഗ്നിറ്റീവ് ലെവൽസ് ഓഫ് നോളജ്. അതിനനുസരിച്ച് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇത് ഇങ്ങനെയാണ് നോക്കേണ്ടത്. അതാണ് 3-dimensional ചാർട്ട്. പ്രൊസീജിയറൽ നോളജ് റിമെമ്പറിംഗിൽ വരുന്നതാണ് ടാബ്ലേറ്റ്. ഓക്കെ, പ്രൊസീജിയറൽ നോളജ് അണ്ടർസ്റ്റാൻഡിംഗ് ലെവലിൽ വരുന്നതാണ് പ്രെഡിക്റ്റ്. അപ്പൊ ഈ വേർഡുകൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഏത് രീതിയിലാണ് നിങ്ങൾക്ക് നോളജ്, ഓക്കെ, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് നോളജ്, പല തരത്തിലുള്ള 4 തരത്തിലുള്ള നോളജ് ഉണ്ട്, 6 തരത്തിലുള്ള ലെവൽസ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് ഉണ്ട് നമ്മുടെ ബ്രെയിനിന്റെ പ്രോസസ്. അപ്പൊ ഏത് രീതിയിലാണ് നമ്മൾ അതിന് ആൻസർ ചെയ്യേണ്ടത്, ഈ നോളജ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ്. ഓക്കെ, അപ്പൊ അതാണ് ആ ടേബിളിൽ മുഴുവനായിട്ട് പറയുന്നത്. നിങ്ങൾ ആ ടേബിൾ ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്സ്. കുറച്ചും കൂടെ നിങ്ങൾ കാര്യമായിട്ട് തന്നെ അത് പഠിക്കണം. അപ്പോൾ ഇത് എങ്ങനെയാണ് ആൻസർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് എങ്ങനെ ഏത് രീതിയിൽ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ദ നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ്. ഓക്കെ, it explores how Indian and Western philosophies understand knowledge. നമുക്കറിയാം വെസ്റ്റേൺ ഫിലോസഫി ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇന്ത്യൻ ഫിലോസഫി. അപ്പൊ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ, we will look at different schools and their source of knowledge. നമ്മളൊക്കെ കുറച്ച് സ്കൂളുകളൊക്കെ ഉണ്ട്. സ്കൂൾ എന്ന് പറഞ്ഞു വെച്ചാൽ CBSE സ്കൂൾ അല്ലെങ്കിൽ LP സ്കൂൾ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. സോഴ്സസ് ഓഫ് നോളജ്. ഓക്കെ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. Indian theories are rooted in ancient texts and traditions.
നമ്മൾ ഇവിടെ ഉള്ളതൊക്കെ ഇന്ത്യൻ ടെക്സ്റ്റ്, ആൻഷ്യന്റ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് വേദ, അതുപോലെ തന്നെ അങ്ങനെ കുറെ മീമാംസ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടെ അടുത്ത സ്ലൈഡുകളിൽ നമുക്ക് പഠിക്കാം. വെസ്റ്റേൺ തിയറീസ് എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഫോക്കസ്ഡ് ഓൺ സയൻസ്, ലോജിക് ആൻഡ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഇന്ത്യൻ തിയറീസ് ആർ റൂട്ടഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യൻ ടെക്സ്റ്റ്, whereas വെസ്റ്റേൺ തിയറീസ് ആർ മോർ ഫോക്കസ്ഡ് ഓൺ സയൻസ്, ലോജിക് ആൻഡ് എക്സ്പീരിയൻസ്. ട്രഡീഷണൽ ഇന്ത്യൻ സ്കൂൾസ് ഓഫ് ഫിലോസഫി ഏതൊക്കെയാണത്? ഫിലോസഫീസ് ആർ ഡിവൈഡഡ് ഇൻടു ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ്. Okay, Indian philosophy is divided into orthodox and heterodox. Orthodox പറഞ്ഞു വെച്ചാൽ the theories or school which is accepting Vedas. Okay, Veda base ചെയ്തിട്ടുള്ളതാണ് orthodox theory. Heterodox പറഞ്ഞു വെച്ചാൽ it is not based on Vedas. They are rejecting Vedas. ഇപ്പൊ ഓർത്തഡോക്സ് സ്കൂളിൽ വരുന്നത് ഏതൊക്കെയാണ്? വേദാന്ത, മീമാംസ, സാംഖ്യ, യോഗ, ന്യായ ആൻഡ് വൈശേഷിക. ഇത്രയും കാര്യങ്ങളാണ് ഓർത്തഡോക്സ് സ്കൂൾ ഓഫ് ഫിലോസഫിയിൽ വരുന്നത്. ഏതൊക്കെയാണ്? വേദാന്ത, മീമാംസ, സാംഖ്യ, യോഗ, ന്യായ ആൻഡ് വൈശേഷിക. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട്? ബേസ്ഡ് ഓൺ വേദ. ഓക്കെ. Some are based directly on Vedic texts. Other use independent reasoning. ചിലത് വേദത്തിൽ അതേ പറയുന്ന പോലെയാണ്, ചിലത് എന്താണ് കുറച്ച് വേദമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ബട്ട് സം ലോജിക്കൽ എലമെന്റ്സ് ആർ ദയർ. ഹെറ്ററോഡോക്സ് സ്കൂൾസ് ഏതൊക്കെയാണ്? ബുദ്ധിസം, ജൈനിസം ആൻഡ് ചർവക. ഓക്കെ. അപ്പോ ഓർത്തഡോക്സ് സ്കൂൾസ് ഏതാണ്? വേദാന്ത, മീമാംസ, സാംഖ്യ, യോഗ, ന്യായ ആൻഡ് വൈശേഷിക. ഹെറ്ററോഡോക്സ് പറഞ്ഞ ബുദ്ധിസം, ജൈനിസം ആൻഡ് ചർവക. Then sources of knowledge in Indian philosophy. Indian philosophy recognizes multiple sources of knowledge. That is pramana. നമുക്കറിയാലോ, നമ്മൾ പ്രമാണം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ പണ്ടത്തെ വേർഡ് ഡോക്യുമെന്റ് അല്ലെ, അതിന് പ്രമാണം എന്നാ പറയാ. അത് തന്നെയാണ്, അതായത് സോഴ്സസ്. ഓക്കെ, സോഴ്സസ് ഓഫ് നോളജ്, ദാറ്റ് ഈസ് പ്രമാണ അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ ഫിലോസഫി. 6 മെയിൻ സോഴ്സസ് ഏതൊക്കെയാണ്? 6 മെയിൻ പ്രമാണാസ്: പെർസെപ്ഷൻ, ഇൻഫറൻസ്, verbal testimony, comparison, presupposition and non-apprehension. Okay, these are the main sources. Like കുറെ നമ്മൾ പെർസെപ്ഷൻ, പെർസീവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ, ഇൻഫർ ചെയ്യുന്നതിലൂടെ, അതായത് വെർബൽ ടെസ്റ്റിമോണി നമ്മൾ പറയുന്നതിലൂടെ, കമ്പയർ ചെയ്യുന്നതിലൂടെ, പ്രീസപ്പോസിഷൻ നമ്മൾ നമ്മുടെ കോൺസെപ്ച്വലായിട്ട്, അതായത് നമ്മൾ സപ്പോസ് ചെയ്യുന്നതിലൂടെ. ഓക്കെ, അപ്പോ പിന്നെ അത് ഈ രീതിയിലൊക്കെയാണ് എന്ത് സോഴ്സസ് ഓഫ് നോളജ് വരുന്നത് അക്കോർഡിംഗ് ടു ഇന്ത്യൻ ഫിലോസഫി. നോൺ ആപ്രിഹെൻഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ബൈ തിങ്കിങ്. ദെൻ ഈച്ച് സ്കൂൾ ആക്സെപ്റ്റ്സ് ഡിഫറെന്റ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഡിഫറെന്റ് സെറ്റ്സ് ഓഫ് ദീസ് സോഴ്സസ്. ചർവക ആക്സെപ്റ്റ്സ് ഓൺലി. ചർവക ഏതൊക്കെയാണ് അതിൽ എടുക്കുന്നത്? ഈ 6 മെയിൻ സോഴ്സിൽ നിന്ന് ചർവക എടുക്കുന്നതാകെ പെർസെപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ വേദാന്ത, എല്ലാ ഈ 6 എണ്ണം വേദാന്ത. ദാറ്റ് ഈസ് വേദാന്ത എന്ന് പറഞ്ഞു വെച്ചാൽ ഏതാ വരുന്നത്? ഓർത്തഡോക്സ് അല്ലെ. ഓർത്തഡോക്സ് ഫിലോസഫി ഈസ് ബേസ്ഡ് ഓൺ ഓൾ ദീസ് 6 മെയിൻ സോഴ്സസ്. പക്ഷെ ചർവക പെർസെപ്ഷൻ മാത്രമേ എടുക്കുന്നുള്ളൂ. പെർസെപ്ഷൻ എന്താണ്? പെർസെപ്ഷൻ പ്രത്യക്ഷമായത്. ഓക്കെ, മീൻസ് ഡിറക്റ്റ് നോളജ് ത്രൂ സെൻസസ്. നമുക്ക് നമ്മുടെ സെൻസിലൂടെ കിട്ടുന്ന ഡയറക്റ്റ് നോളജിനെയാണ് നമ്മൾ പെർസെപ്ഷൻ അല്ലെങ്കിൽ പ്രത്യക്ഷ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബേസിക് ഫോം ഓഫ് നോവിങ് സംതിങ്. ഒരു കാര്യത്തെ പറ്റിയിട്ട് നമുക്കറിയുന്നതിന്റെ ഏറ്റവും ബേസിക് ഫോമാണ് പെർസെപ്ഷൻ അല്ലെ. പെർസീവ് ചെയ്യുക, ഒരു കാര്യം കാണുക. ഓക്കെ, കാഴ്ച എന്ന് പറയുന്നത് ഇറ്റ്സ് എ പെർസെപ്ഷൻ. യൂസ്ഡ് വൈഡ്ലി ഇൻ ഓൾ സ്കൂൾസ് എക്സെപ്റ്റ് ഇൻ ഐഡിയലിസ്റ്റിക് വ്യൂസ്. നമുക്കറിയാം എല്ലാ സ്കൂളിലും ഏറ്റവും പെർസെപ്ഷൻ ചർവകയിൽ വരെ ഉപയോഗിക്കുന്നതാണ്. അവരുടെ വരെ സോഴ്സ് ആയിട്ട്, അവര് നോളജ് സോഴ്സ് ആയിട്ട് കണക്കാക്കുന്നതാണ് പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സീയിങ് സ്മോക്ക് ഡയറക്ട്ലി ഓൺ എ മൗണ്ടെയിൻ. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവിടെ തീയുണ്ട് അല്ലെ. തീയില്ലാതെ പുക ഉണ്ടാവില്ല. ദാറ്റ് ഇസ് അവർ പെർസെപ്ഷൻ. അപ്പൊ അതൊരു തരത്തിലുള്ള നോളജ് ആണ് അക്കോർഡിംഗ് ടു ദി ഇന്ത്യൻ ഫിലോസഫി. ഇന്ത്യൻ ഫിലോസഫി 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഓർത്തഡോക്സ് ആൻഡ് ഹെറ്ററോഡോക്സ്.
ഓർത്തഡോക്സ് എല്ലാ 6 സോഴ്സസ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതെല്ലാം വളരെ നമ്പറാണ്. ചർവക പെർസെപ്ഷൻ മാത്രമാണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്. പെർസെപ്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്? direct knowledge through our senses. Then next one is inference, അനുമാന. നമ്മൾ അനുമാനിക്കൂലോ, തന്നെയാണ് അതിന്റെ മലയാളം എന്ന് പറഞ്ഞാൽ അനുമാനിക്ക, ഇൻഫറൻസ്. മീനിങ് ഡ്രോയിങ് കൺക്ലൂഷൻസ് ഫ്രം ഒബ്സർവേഷൻസ്. ഇപ്പൊ സ്മോക്ക് കണ്ടു, സ്മോക്ക് ഉണ്ട്, ഓക്കെ, അങ്ങനെയല്ല, അത് തീയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക, ചിന്തിക്കുക. ദാറ്റ് ഈസ് അനുമാന. ഇൻവോൾവ്സ് 5 സ്റ്റെപ്സ്. അനുമാന 5 സ്റ്റെപ്പ് ഉണ്ട് അനുമാനത്തിന്. ഏതൊക്കെയാണത്? ഹൈപ്പോത്തസിസ്, റീസൺ, എക്സാമ്പിൾ, റീഅഫർമേഷൻ ആൻഡ് കൺക്ലൂഷൻ. ആദ്യം ഒരു പ്രോബ്ലം ഉണ്ടാക്കുക, അതിന്റെ റീസൺ എന്താണ്, അതിനുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അത് വീണ്ടും റീഅഫർമേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഉറപ്പിക്കുക, then find out a conclusion. These are the 5 steps including in inference. Seeing smoke, അല്ലെ, inferring there is fire. അപ്പോ അതൊക്കെ റീസണിങ്ങും ലോജിക്കൽ തിങ്കിങ്ങും ഒക്കെ വെച്ചിട്ടാണ് ഈ ഇൻഫറൻസ് ഉണ്ടാകുന്നത്. Then next one is verbal testimony, that is ശബ്ദ. നോളജ് ഫ്രം റിലയബിൾ സോഴ്സസ് ഓർ സ്ക്രിപ്ചേഴ്സ്. അതായത് സ്ക്രിപ്ചേഴ്സും അതുപോലെ തന്നെ റിലയബിൾ സോഴ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞു റിലീജിയസ് ടെക്സ്റ്റ് ഒക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെയുള്ള നോളജിനെയാണ് വെർബൽ ടെസ്റ്റിമോണി. അതായത് നമ്മൾ പറയുന്നതോ കേൾക്കുന്നതോ വായിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇമ്പോർട്ടൻറ്റ് വേദാന്ത ആൻഡ് മീമാംസ ഫിലോസഫീസ്. ഓക്കെ, വേദാന്തയിലും മീമാംസ അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മൾ വേദങ്ങളിലൂടെ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ. വേദസ് ആർ കൺസിഡേർഡ് ഇറ്റേർണൽ ആൻഡ് ഇൻഫാലിബിൾ. നമുക്കറിയാം, അക്കോർഡിംഗ് ടു ദി ആൻഷ്യന്റ് ഇന്ത്യൻ ട്രഡിഷൻ, വേദാസ് അതാണ് ഏറ്റവും പറഞ്ഞു വെച്ചാല് ഏറ്റവും ഉദാത്തമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നോളജിബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഓക്കെ, ഇപ്പോഴും വിചാരിക്കുന്നുണ്ട് അങ്ങനെ ആളുകള്. ഞാൻ കോൺട്രവേഴ്സിക്ക് വേണ്ടി പറയല്ല, ബട്ട് അതാണ് വെർബൽ ടെസ്റ്റിമോണി എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് വേദാന്ത. ഓക്കെ, വേദാസ് ആർ ദ വെർബൽ ടെസ്റ്റിമോണി ഓർ വാട്ട് ഇസ് റിട്ടൺ ഓൺ വേദാസ് ഓർ മീമാംസാസ്. ഓക്കെ, ഓൾസോ ഇൻക്ലൂഡ്സ് റിലയബിൾ ഹ്യൂമൻ ടെസ്റ്റിമോണി ഇൻ ന്യായ സ്കൂൾ. അതുപോലെ തന്നെ ഈ ന്യായ സ്കൂളിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ന്യായ സ്കൂളിലൊക്കെ ഇതൊരു റിലയബിൾ ഹ്യൂമൻ ടെസ്റ്റിമോണി, വേദ. ഓക്കെ, അപ്പൊ അതൊക്കെ റിലയബിൾ ആണ്. പറഞ്ഞ റിലയബിൾ എന്ന് പറഞ്ഞ വെച്ചാൽ എന്താണ്? നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രീതിയിലുള്ള നോളജ് ആണ് വെർബൽ ടെസ്റ്റിമോണി. ഓക്കെ, അതായത് നോളജ് ഫ്രം റിലയബിൾ സോഴ്സസ് ഓർ സ്ക്രിപ്ചേഴ്സ്. ദെൻ കമ്പാരിസൺ. എങ്ങനെയാണ്? ഉപമാന. കമ്പാരിസന്റെ വേർഡാണ് ഉപമാന. കമ്പാരിസൺ എന്ന് പറഞ്ഞാൽ അറിയാലോ, താരതമ്യം ചെയ്യാം. നോളജ് ബൈ കമ്പയറിംഗ് നോൺ ആൻഡ് അൺനോൺ ഒബ്ജക്റ്റ്. നമുക്ക് എല്ലാ കാര്യങ്ങളും പറ്റിയിട്ടുള്ള നോളജ് കിട്ടാൻ നമുക്ക് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇത് ഇങ്ങനെയാണ്, അപ്പൊ അത് അങ്ങനെയല്ല, അപ്പൊ നമുക്ക് രണ്ടിന്റെയും ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാവും. വൈൽഡ് കൗ കമ്പയർഡ് ടു ഡൊമസ്റ്റിക് കൗ. ഓക്കെ, ഹെൽപ്ഫുൾ ഇൻ ലേണിംഗ് ന്യൂ തിങ്സ് യൂസിങ് പാസ്റ്റ് എക്സ്പീരിയൻസ്. കമ്പാരിസൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യൂസ്ഡ് ഇൻ പ്രാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അൺനോൺസ്. അപ്പോൾ നമുക്ക് ഇപ്പൊ വൈൽഡ് കൗ, ഡൊമസ്റ്റിക് കൗ, അപ്പൊ കൗവിന്റെ ഡൊമസ്റ്റിക് കൗവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ത്രൂ കമ്പാരിസൺ. ഓക്കെ, ദെൻ പ്രീസപ്പോസിഷൻ, ദാറ്റ് ഈസ് അർത്ഥപത്തി എന്ന് വെച്ചാൽ നോളജ് ഫ്രം എ നെസസറി അസംഷൻ. സപ്പോസിഷൻ, സപ്പോസ് ചെയ്യുക, അതൊരു കാര്യം നമ്മൾ ഊഹിക്കുക ആദ്യം. ബേസ്ഡ് ഓൺ സർക്കംസ്റ്റാൻഷ്യൽ ലോജിക്കൽ ഇംപ്ലിക്കേഷൻസ്, അല്ലെ? സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ പോലീസുകാരൊക്കെ ഫിലിമിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ പോലീസുകാരൊക്കെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒക്കെ വെച്ച് കുറെ കാര്യങ്ങൾ ഊഹിക്കും. ആ ഊഹത്തിലേക്ക് അവർ എത്തിപ്പെടുകയാണ് ചെയ്യാറുള്ളത്. അതിനുള്ള എക്സാമ്പിൾ ആണ്, ഇഫ് someone is fasting but getting fat, we assume secret eating. ഓക്കെ, ഫാസ്റ്റിംഗ് ആണെങ്കിലും തടി വെക്കുകയാണെങ്കിൽ നമ്മൾ പറയും ആ കട്ട് കഴിക്കുന്നുണ്ട്, ഓക്കെ, അതുകൊണ്ടാണ് തടി വെക്കുന്നത്. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ, ദാറ്റ് ഇസ് പ്രീ സപ്പോസിഷൻ. ഹെൽപ്സ് ഫിൽ ഗ്യാപ്സ് വെൻ ഡിറക്റ്റ് എവിഡൻസ് ഇസ് മിസ്സിംഗ്. ഡയറക്റ്റ് നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ പിന്നെ അത് കണ്ടുപിടിക്കാൻ, പിന്നെ അതാണ് നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കും. ഫിലിമിന്റെ ഈ കേസൊക്കെ തെളിയിക്കുന്ന കഥകളൊക്കെ നോക്കിയാൽ മതി നിങ്ങൾ. ദെൻ നോൺ ആപ്രിഹെൻഷൻ, ദാറ്റ് ഈസ് അനുപലബ്ധി. അനുപലബ്ധി, ദാറ്റ് ഈസ് understanding something doesn't exist because we don't perceive it.
അല്ലെ? അതായത് നമ്മളത് കണ്ടിട്ടില്ല, അതുകൊണ്ട് നമ്മളത് വിശ്വസിക്കുന്നില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഡസൻറ്റ് എക്സിസ്റ്റ്. നെഗറ്റീവ് നോളജ് ആണത് ഒരു തലത്തിൽ. നോവിങ് സംതിങ് ഈസ് ആബ്സെന്റ്. ഓക്കെ ഓക്കെ, ദെൻ നമ്മളത് കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് ഡസൻറ്റ് എക്സിസ്റ്റ് എന്നുള്ള ഒരു തരത്തിലുള്ള നോളജ്. നോവിങ് എ ടേബിൾ ഈസ് എംപ്റ്റി ബൈ സീയിങ് നത്തിങ് ഓൺ ഇറ്റ്. അതായത് എംപ്റ്റി ആണെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അത് കണ്ടാൽ മാത്രം. എംപ്റ്റി ആണെന്ന് കണ്ടാൽ മാത്രം അതെന്താണ്, എംപ്റ്റി ആണെന്ന് വിശ്വസിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. അക്സെപ്റ്റഡ് ഇൻ സം ഇന്ത്യൻ സ്കൂൾസ് ലൈക്ക് മീമാംസ സ്കൂളില് ഈ നോൺ ആപ്രിഹെൻഷൻ, അതല്ല എല്ലാം എന്താണ്, അണ്ടർസ്റ്റാൻഡിങ് സംതിങ് ഡസൻറ്റ് എക്സിസ്റ്റ് ബിക്കോസ് വി വോണ്ട് പെർസീവ് ഇറ്റ്. എനിക്ക് കാണാൻ പറ്റുന്നില്ല, സോ ഇറ്റ് വോണ്ട് എക്സിസ്റ്റ് എന്നുള്ള രീതിയിലുള്ള ഒരു നോളജ് ആണ് നോൺ ആപ്രിഹെൻഷൻ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Then modern Western schools of philosophy. ഇത്രയും നമ്മൾ പറഞ്ഞത് we were discussing about Indian schools of philosophy ആണ്. ഇനി മോഡേൺ സ്കൂൾസ് ഓഫ് ഫിലോസഫി ആണ്. ഏതൊക്കെയാണ് കീ സ്കൂൾസ്, ഇമ്പോർട്ടൻറ്റ് സ്കൂൾസ് ഏതൊക്കെയാണ്? ഐഡിയലിസം, നേച്ചറലിസം, റിയലിസം ആൻഡ് പ്രഗ്മാറ്റിസം. ദീസ് ആർ ദ 4 relevant or important Western schools of philosophy. Idealism, naturalism, realism and pragmatism. Each offers a different idea of what knowledge is and how we get it. അപ്പൊ ഇവരൊക്കെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ്? ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സ്കൂളും പറഞ്ഞത് അത് തന്നെയാണ്, എങ്ങനെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് നോളജ് കിട്ടുന്നത്. ഓക്കെ, ഫോക്കസസ് മോർ ഓൺ റീസൺ, സയൻസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഫിലോസഫി ഈസ് വെരി മച്ച് ബേസ്ഡ് ഓൺ വേദാസ് or text-based philosophies are there in Indian philosophy. പക്ഷെ modern Western school of philosophy പറഞ്ഞു വെച്ചാൽ it is based on science, reason and human experience. Contrast with the spiritual and scriptural focus on Indian schools. Indian knowledge system അല്ലെങ്കിൽ Indian knowledge, Indian philosophy എന്ന് പറഞ്ഞു വെച്ചാൽ it is mainly focused on spiritual and scripture. പക്ഷെ ഇവിടെ എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ റീസൺ, സയൻസ് ആൻഡ് ഹ്യൂമൻ എക്സ്പീരിയൻസ്. ഇനി എന്താണ് ഐഡിയലിസം? മൈൻഡ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, ദാറ്റ് ഈസ് ഐഡിയൽ. വാട്ട് ഈസ് ഇൻ അവർ മൈൻഡ് ഈസ് ദി ഐഡിയൽ തിങ്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഉദാത്തമായത്, ഏറ്റവും ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യം. ഒബ്ജക്ട്സ് ആർ റിഫ്ലക്ഷൻസ് ഓഫ് ദ മൈൻഡ്. അതായത് ഇപ്പൊ നമുക്കൊരു പൂവ് അല്ലെങ്കിൽ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഫ്ലവർ ഉണ്ടാവും. ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരോ ഫ്ലവർ ആണ്. അപ്പൊ മനസ്സിലുള്ള ഫ്ലവർ ആണ് ഐഡിയൽ വൺ എന്നാണ് പറയുന്നത്. ഈ പൂവ്, ഒരു ഏത് പൂവ് ആയിക്കോട്ടെ, റോസ് ഫ്ലവറോ എന്തോ ആയിക്കോട്ടെ, അത് അതിന്റെ ഒരു റിഫ്ലക്ഷൻ മാത്രമാണ്. ഓക്കെ, ബിലീവ്സ് ഇൻ എ പ്രയോറി നോളേജ്, ട്രൂത്ത്സ് ഓൾറെഡി എക്സിസ്റ്റ്. കാരണം ഓൾറെഡി ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതല്ല, അതായത് നമ്മുടെ മനസ്സിലുള്ള തിങ്കിങ് അല്ലെ, നമ്മുടെ കോൺസെപ്റ്റിലുള്ളതാണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളത്. ട്രൂത്ത് ഈസ് സബ്ജക്റ്റീവ് ആൻഡ് ഷേപ്ഡ് ബൈ ദ മൈൻഡ്. സബ്ജക്റ്റീവ് ആണ്, കാരണം എന്റെ മനസ്സിലുള്ള പൂവല്ല നിങ്ങളുടെ മനസ്സിലുള്ള പൂവ് അല്ലെങ്കിൽ ഫ്ലവർ എന്ന് ഞാൻ പറയുമ്പോൾ വരുന്നത്. സോ ഇറ്റ് ഈസ് സബ്ജക്റ്റീവ്, ഇറ്റ്സ് അക്കോർഡിംഗ് ടു ദ സബ്ജക്ട്. This is the philosophy, idealist philosophy. Mind is the ultimate reality. Then naturalism. Okay, അത് നേരെ ഓപ്പോസിറ്റ്. മാറ്റർ ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, നോട്ട് മൈൻഡ്. ഒബ്ജക്റ്റ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. നോളജ് കംസ് ഫ്രം എക്സ്പീരിയൻസ് ആൻഡ് സെൻസസ്. നമ്മൾ കണ്ടാലേ വിശ്വസിക്കൂ, നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നമ്മൾ വിശ്വസിക്കൂ അല്ലെ, അല്ലാതെ എന്താണ് നമ്മുടെ മനസ്സിലുള്ള കുറെ കോൺസെപ്റ്റുകളല്ല നമ്മൾ വിശ്വസിക്കുന്നത്. Then science is the best method of gaining truth. They are much modern, കുറച്ചും കൂടെ മോഡേൺ ആണ്, അതുകൊണ്ടാണ് they are believing science. Then knowledge is always involving with new evidence. പുതിയ എവിഡൻസ് അല്ലെ, തെളിവുകളൊക്കെ വെച്ചിട്ട് വേണം നമുക്ക് വിശ്വസിക്കേണ്ടത്. അല്ലെങ്കിൽ നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടഡ് ബൈ എവിഡൻസസ് അല്ലെ, സയൻസ്, സയന്റിഫിക് നോളജ് പോലെ. ദാറ്റ് ഈസ് നാച്ചുറലിസം. മാറ്റർ ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി, നോട്ട് മൈൻഡ്. മറ്റേത് എന്തായിരുന്നു? മൈൻഡ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. വാട്ട് ഈസ് ഇൻ അവർ മൈൻഡ് ഈസ് ദി അൾട്ടിമേറ്റ് റിയാലിറ്റി. Then realism, കുറച്ചും കൂടെ നാച്ചുറൽ ആണ്. വേൾഡ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് അവർ മൈൻഡ് അല്ലെ, അങ്ങനെ ചിന്തകളിലൊന്നുമില്ല, മൈൻഡിന്റെ പുറത്തുള്ളതാണ് ലോകം. ഓക്കെ, വാട്ട് ഈസ്
real. What is in front of our eyes is the real thing. ഒബ്ജക്ട്സ് ഓഫ് റിയൽ ക്വാളിറ്റീസ് വി ക്യാൻ പെർസ്യൂ. നമ്മൾ കാണുകയും മണക്കം ചെയ്യുന്ന ക്വാളിറ്റിയാണ് ഒരു ഒബ്ജക്റ്റിനുള്ളൂ, അല്ലാതെ നമ്മൾ ചിന്തിച്ചുണ്ടാക്കുന്നതല്ല. ട്രൂത്ത് കംസ് ഫ്രം സെൻസറി എക്സ്പീരിയൻസസ്. അല്ലെ, ഇപ്പോ ഒരു ഫ്ലവർ എന്ന് പറയുകയാണെങ്കിൽ ആ ഫ്ലവർ നമുക്ക് കാണുന്ന ആ ഫ്ലവർ ആണ് ആക്ച്വൽ തിങ്, നോട്ട് ഇൻ അവർ മൈൻഡ്. റീസണിങ് ഹെൽപ്സ് അണ്ടർസ്റ്റാൻഡ് അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ്സ്. അബ്സ്ട്രാക്ട് കോൺസെപ്റ്റുകൾ ഉണ്ടാവും. അതായത് നമുക്ക് ഫ്ലവർ എന്ന് പറഞ്ഞാലൊക്കെ കാണാൻ പറ്റും, ദാറ്റ് ഇസ് കോൺക്രീറ്റ്. അബ്സ്ട്രാക്ട് പറഞ്ഞു വെച്ചാൽ ഇപ്പൊ ലവ്, ലൈക്ക്, ഹേറ്റ്രഡ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റില്ല. ആ കോൺസെപ്റ്റുകളെ നമ്മൾ അബ്സ്ട്രാക്ട് കോൺസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ അതിന് റീസണിങ്. ഇപ്പൊ ലവ്, ഒരാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ലവ് ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? വിത്ത് സം ഫാക്ട്സ്, നമ്മുടെ ലോജിക്കൽ തിങ്കിങ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് റിയലിസം പറയുന്നത്. Then pragmatism, that is the next school of Western philosophy. Human experience is the source of truth. ഇവർ പ്രഗ്മാറ്റിസം, അവർ ഒരിക്കലും കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒന്നുമല്ല. എക്സ്പീരിയൻസ് ഈസ് ദ സോഴ്സ് ഓഫ് ട്രൂത്ത്. ഓക്കെ, പ്രഗ്മാറ്റിസം, പ്രാക്ടീസ്, എക്സ്പീരിയൻസ്, അങ്ങനെ ചിന്തിച്ചാൽ മതി. പ്രഗ്മാറ്റിസം മീൻസ് പ്രാക്ടീസ്, ദാറ്റ് ഈസ് എക്സ്പീരിയൻസ്. നോളജ് ഗ്രോസ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് ദി എൻവയറൺമെന്റ്. പ്രകൃതിയും ആളുകളും തമ്മിലുള്ള ഇന്ററാക്ഷനിലൂടെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. ഫോക്കസ് ഓൺ ആക്ഷൻസ് ആൻഡ് ദെയർ പ്രാക്ടിക്കൽ ഔട്ട്കംസ്. ഓക്കെ, നമ്മുടെ ആക്ഷൻസിലൂടെ അതിന്റെ ഔട്ട്കം, അതിന്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്, അല്ലെ, ഇതിലൂടെയാണ് നമുക്ക് നോളജ് കിട്ടുന്നത്. ട്രൂത്ത് ഈസ് വാട്ട് വർക്ക്സ് ആൻഡ് ഹെൽപ്സ് സോൾവ് പ്രോബ്ലംസ്. ട്രൂത്ത് എന്ന് പറഞ്ഞു വെച്ചാല് എന്താ പറയുന്നത്? വാട്ട് വർക്ക്സ് ആൻഡ് ഹെൽപ്സ് സോൾവ് പ്രോബ്ലംസ്. പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന എന്തിന് ഒരു സാധനം ഉണ്ട്, അതിനെയാണ് നമ്മൾ ട്രൂത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെസ്റ്റേൺ സോഴ്സസ് ഓഫ് നോളജ്. മറ്റേത് കുറെ ബുക്സ് ആയിരുന്നു, നമ്മൾ പറഞ്ഞു മീമാംസ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ബുക്സിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ എന്തൊക്കെയാണ് വെസ്റ്റേൺ സോഴ്സ് ഓഫ് നോളജ്? സെൻസ് ഓർ എക്സ്പീരിയൻസ്. ഓക്കെ, ദാറ്റ് ഈസ് എംപിരിക്കൽ നോളജ് ത്രൂ എക്സ്പെരിമെന്റ്സ്. റീസൺ, അല്ലെ, റേഷണൽ നോളജ്, അവർ ബ്രെയിൻ. എക്സ്പെരിമെന്റേഷൻ, ദാറ്റ് ഈസ് സയന്റിഫിക് നോളജ്. വേറെ സോഴ്സസ് അതോറിറ്റി, ഇൻറ്റ്യൂഷൻ, റെവലേഷൻ. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതോറിറ്റി പറഞ്ഞു വെച്ചാൽ ഇമ്പോർട്ടന്റ് പേഴ്സൺസ് പറഞ്ഞു. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നോളജ്. റെവലേഷൻ ത്രൂ അവർ സ്ക്രിപ്ചേഴ്സ്. സോ ദീസ് ആർ ദ വെസ്റ്റേൺ സോഴ്സസ് ഓഫ് നോളജ്. ദെൻ കമ്പാരിസൺ വേഴ്സസ് ഇന്ത്യൻ വേഴ്സസ് വെസ്റ്റേൺ ഫിലോസഫീസ്. എക്സാമിന് ചിലപ്പോൾ എസ്സേക്കായിട്ട് ചോദിക്കാം. ഇന്ത്യൻ വേഴ്സസ് വെസ്റ്റേൺ ഫിലോസഫീസ്. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നോളജ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. രണ്ടിനെയും പെർട്ടിക്കുലർ ആയിട്ട് അനലൈസ് ചെയ്ത് ഇതിലുണ്ട് ഇതിലില്ല കീറി മുറിച്ച് നമ്മൾ പരിശോധിക്കണം. ബ്രോക്കൺ ഇൻടു പീസസ് ആൻഡ് അനലൈസ് ഇറ്റ്. ഓക്കെ, ഇന്ത്യനിൽ എന്തൊക്കെയാണ്? നോളജ് ഫ്രം പെർസെപ്ഷൻ, ഇൻഫറൻസ്, സ്ക്രിപ്ചേഴ്സ്, ഇൻറ്റ്യൂഷൻ. ഇതാണ് ഇന്ത്യൻ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത്. വെസ്റ്റേണിൽ എങ്ങനെയാണ്? മോർ ഫോക്കസ്ഡ് ഓൺ സെൻസറി ഡേറ്റ ആൻഡ് സയന്റിഫിക് മെത്തേഡ്. ഓക്കെ, സെൻസറി ഡേറ്റ ഉണ്ട്, പെർസെപ്ഷൻ ഉണ്ട്, വരുന്നുണ്ട്, പക്ഷെ സയന്റിഫിക് മെത്തേഡും കൂടെ അവിടെ വരുന്നുണ്ട്. ഇന്ത്യനിൽ ദർ ഇസ് നോട്ട് അറ്റ് ഓൾ സയന്റിഫിക് മെത്തേഡ്. അതായത് സയന്റിഫിക് മെത്തേഡിലൂടെയല്ല ട്രൂത്ത് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നോളജ് അക്വയർ ചെയ്യുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിൽ. ഐഡിയലിസം ഇൻ ബോത്ത് സീസ് മൈൻഡ് ആസ് സെൻട്രൽ ടു ട്രൂത്ത്. അതായത് ഐഡിയലിസത്തിൽ മൈൻഡ് ആണ് ഇമ്പോർട്ടൻറ്റ്. അത് ഇന്ത്യനിലും വെസ്റ്റേണിലും അങ്ങനെ തന്നെ. പ്രഗ്മാറ്റിസം ഹൈലൈറ്റ്സ് ഇവോൾവിംഗ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ്. പ്രഗ്മാറ്റിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവോൾവിംഗ് ആൻഡ് പ്രാക്ടിക്കൽ നോളജ്. പ്രാക്ടിക്കൽ, അല്ലെ, ഫോർത്ത് ടൈപ്പ് ഓഫ് വെസ്റ്റേൺ ഫിലോസഫി. തിയറീസ് ഓഫ് വാലിഡിറ്റി ഓഫ് നോളജ്. ഏതൊക്കെയാണ്? വാലിഡ് നോളജ് ഈസ് ട്രൂത്ത് ബാക്ക്ഡ് വിത്ത് എവിഡൻസ്. എന്താ വാലിഡ് നോളജ്? ഒരു നോളജ് വാലിഡ് ആണോ എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? വിത്ത് എവിഡൻസസ്, അല്ലെ, തെളിവുകൾ ഉണ്ടെങ്കിൽ. നമ്മളോട് പറയാണ്, ഫോർ എക്സാമ്പിൾ, ദർ ആർ വേവ്സ് ഇൻ ദ സീ. അല്ലെ, തിരമാല ഉണ്ട് കടലിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണം, അല്ലെ, വേവ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ത്രൂ സയന്റിഫിക് മെത്തേഡ്, ഇങ്ങനെ വരുമ്പോൾ കാറ്റിന്റെ പ്രതിഫലനം കൊണ്ട് വേവ്സ് ഉണ്ടാവുന്നു എന്നുള്ള സയന്റിഫിക് തിയറി ഒക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ദർ ആർ വേവ്സ്. അപ്പൊ വാലിഡ് ആണ്, അല്ലെ, ആ ഒരു നോളജ് എന്ന് പറഞ്ഞു വെച്ചാൽ വാലിഡ് ആണ്.
അതാണ് എവിഡൻസ് കൊണ്ടാണ് ഒരു നോളജ് സത്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ട്രൂത്ത് മീൻസ് എ ബിലീഫ് ഓർ സ്റ്റേറ്റ്മെന്റ് മാച്ചസ് റിയാലിറ്റി. ഈ ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ബിലീഫ് ഓർ സ്റ്റേറ്റ്മെന്റ് മാച്ചസ് റിയാലിറ്റി. റിയാലിറ്റീനെ മാച്ച് ചെയ്യുന്ന ഒരു ബിലീഫോ സ്റ്റേറ്റ്മെന്റോ ആണ് ട്രൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, so we should know what is real at first in order to understand what is truth. Two approaches define that truth is or test how it is justified. Okay, what is truth? Okay, എങ്ങനെയാണ് അത് ജസ്റ്റിഫൈ? ഇപ്പൊ പോസ്റ്റ് ട്രൂത്ത് എറേ ഒക്കെയാണ്, പക്ഷെ നമുക്ക് അത്രയ്ക്കൊന്നും പോണ്ട. പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ ട്രൂത്ത് എന്ന് പറഞ്ഞു വെച്ചാൽ തന്നെ എന്താന്നുള്ള ഒരു കൺഫ്യൂഷനാണ്. വാട്ട് ഇസ് ട്രൂ ഇൻ ദിസ് വേൾഡ് എന്നുള്ള രീതിയിൽ. പക്ഷെ അത്രയ്ക്കൊന്നും പോണ്ട നമുക്ക്. ഇപ്പൊ നമുക്ക് ജസ്റ്റ് ട്രൂത്ത് എന്താണ് എന്നുള്ളത് എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യുന്നത്? ഓക്കെ, അത് റിയൽ ലൈഫുമായിട്ട് മാച്ച് ചെയ്യുന്നു. ഹൗ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ്, ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്? ഫിലോസഫേഴ്സ് എക്സ്പ്ലോർ ഹൗ ടു നോ ഇഫ് സംതിങ് ഈസ് ട്രൂ. അതായത് എങ്ങനെയാണ് ട്രൂത്ത്, ഒരു ട്രൂ കാര്യങ്ങൾ ട്രൂ ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഈ കാര്യങ്ങളൊക്കെയാണ് വാലിഡിറ്റി. അതായത് ഒരു നോളജ് വാലിഡ് ആണെന്ന് അറിയാം, അത് ട്രൂത്ത് ആണ്. ഈ ട്രൂത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ദാറ്റ് ഈസ് സ്റ്റേറ്റ്മെന്റ് മാച്ചസ് ടു റിയാലിറ്റി. പിന്നെ അതുപോലെ തന്നെ ഇറ്റ് ഈസ് ടെസ്റ്റഡ് ഓർ ജസ്റ്റിഫൈഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് നോളജ് ഈസ് വാലിഡ്. പിന്നെ ഫിലോസഫേഴ്സ് അല്ലെ എക്സ്പ്ലോർ ഹൗ ടു നോ ഇഫ് സംതിങ് ഈസ് ട്രൂ. അവര് അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ ട്രൂ. Okay, so we have closed our first chapter now. അപ്പൊ ഈ ചാപ്റ്ററിൽ നോളജ് ആൻഡ് നോവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതൊക്കെയായിരുന്നു. ദാറ്റ് ഈസ് ടൈപ്സ് ഓഫ് നോളജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നോളജ്. അറ്റ് ഫസ്റ്റ് വാട്ട് ഈസ് നോളജ് എന്ന് പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ എന്തൊക്കെയാണ് നോളജ്, forms of knowledge, characteristics of knowledge, different schools of philosophy, what is truth, okay, and how a knowledge is valid. ഈ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഇനി നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കണം. നിങ്ങൾക്ക് ഈ PPT-യിലുള്ളത് നോട്ട്സ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, പേഴ്സണലി ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി. അല്ല കമന്റ് ബോക്സിൽ പറയാം നിങ്ങൾക്ക്. ഓക്കെ, ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് വീഡിയോ. ഓക്കെ.